ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മാത്സ് എഡു. ഇറ്റ്സ് മീ അമാൻ റാഫിദ്, യുവർ SLS ഫാക്കൽറ്റി. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് SS1 ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പാഠഭാഗത്തിലൂടെ വേഗം കടക്കാം. ഇന്ത്യ 1947 സ്വതന്ത്രമായതിനു ശേഷം ഒരുപാട് വെല്ലുവിളികൾ ഇന്ത്യ നേരിട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള വെല്ലുവിളികളാണ് ഉണ്ടായത്. കാരണം ഒരു 200 വർഷക്കാലം ഇന്ത്യ ഒരു കൊളോണിയൽ രാജ്യമായിരുന്നു ബ്രിട്ടീഷുകാരുടെ. അത് നമ്മൾ കഴിഞ്ഞ മുൻ വർഷ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം ഇന്ത്യ 1947 190 വർഷക്കാലം ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അതിനുശേഷവും 1947 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ മേജർ ചലഞ്ചസ് ദാറ്റ് ഫേസ്ഡ് ദ ഇന്ത്യ ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ്. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. പാർട്ടീഷൻ ആൻഡ് മൈഗ്രേഷൻ. പാർട്ടീഷനും മൈഗ്രേഷൻ, അതായത് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ വിഭജനം, അതുപോലെ തന്നെ മൈഗ്രേഷൻ. ഈ വിഭജനത്തിന് ശേഷം പലായനം ചെയ്യപ്പെട്ടു. അതായത് ഇന്ത്യ 2 രാജ്യമായിട്ട് വിഭജിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട്. മുസ്ലിങ്ങൾ ഭൂരിഭാഗമുള്ള പ്രദേശങ്ങളെ പാകിസ്ഥാനായിട്ടും ഹിന്ദുക്കൾ ഭൂരിഭാഗമുള്ള പ്രദേശങ്ങളെ ഇന്ത്യ രാജ്യത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ തയ്യാറാക്കിയത്. ഈ മൗണ്ട് ബാറ്റൺ പ്ലാൻ തയ്യാറാക്കി 2 രാജ്യമായിട്ട് വിഭജിച്ചത്. അതോട് കൂടിയിട്ട് ന്യൂനപക്ഷങ്ങൾ, അതായത് പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കൾ ഇന്ത്യയിലേക്കും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പലായനം ചെയ്തതോടുകൂടി അവിടെ വലിയൊരു മൈഗ്രേഷൻ ഉണ്ടായി. ഒരു വലിയൊരു കുടിയേറ്റമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ വലിയൊരു കുടിയേറ്റം ട്രെയിനിലൊക്കെയാണ് അക്കാലഘട്ടത്തിൽ അവര് നാട് കടത്തിങ്ങാണ്ട് ട്രെയിനിലൊക്കെ വലിയൊരു അതിൽ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് വിഭജനത്തിലെ പ്രധാനപ്പെട്ട വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു, യാത്രയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് പാർട്ടീഷനാണ്, അതുപോലെ തന്നെ വിഭജനമാണ്. രണ്ടാമത്തത് മൈഗ്രേഷൻ, കുടിയേറ്റമാണ്. രണ്ടാമത്തത് ഹിന്ദു മുസ്ലിം സിഖ് റയോട്സ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകളും അവരുടെ ഒരു കലാപം ഇന്ത്യയിൽ ഉടലെടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വലിയ വെല്ലുവിളി. അതുപോലെ തന്നെ ക്രൈംസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആൻഡ് വുമൺ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ച് കുട്ടികളും വുമൻസും ആവും. കാരണം ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു വലിയ ഇതുണ്ടാവില്ല. അപ്പോൾ അവര് വുമൻസിനെ ഒരുപാട് തരത്തിൽ ഈ വിഭജനം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അവരെ ബ്യൂട്ടലി റൈപ്പ് ചെയ്ത അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചിൽഡ്രൻസിന് സ്വന്തം കുടുംബം നഷ്ടപ്പെട്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അനാഥരായ ഒരുപാട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭം ഇന്ത്യൻ വിഭജനത്തിൽ നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ, അബ്ഡക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ. ഒരുപാട് നാട് കടത്തപ്പെട്ട് അവര് ഒറ്റപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ ഇന്ത്യയിലുണ്ട്. ഈ 4 വെല്ലുവിളികളാണ് ഒരു വിഭജനത്തിന് ഉണ്ടായ ഏറ്റവും 4 വെല്ലുവിളികളാണ് ഇത്. പാർട്ടീഷൻ ഉണ്ട്, അതുപോലെ തന്നെ മൈഗ്രേഷൻ ആണ് ഒന്നാമത്തെ വെല്ലുവിളി. പിന്നെ ഹിന്ദു മുസ്ലിം സിഖ് റയോട്സുകളാണ്. കലാപങ്ങൾ ഉണ്ടായി, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ കലാപങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ക്രൈംസ് കൂടുതൽ ആയിട്ട് വുമൻസിനും ചിൽഡ്രനും ക്രൈംസുകൾ കൂടി വന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ട് സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട്. ഇനി എങ്ങനെ ഇത് പരിഹരിച്ചു? 3 തരത്തിലുള്ള 4 ആക്ടുകൾ കൊണ്ടുവന്നിട്ടാണ് ഇന്ത്യയിൽ ഈ ഇതില് കൊണ്ടുവന്നത്. എങ്ങനെയാണ് ഈ അറ്റംപ്റ്റുകൾ, എങ്ങനെയാണ് ഈ ചലഞ്ചുകൾ എങ്ങനെയൊക്കെയാണ് അഡ്രസ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. ഒന്ന്, ദ അബ്ഡക്റ്റഡ് പേഴ്സൺസ് ആക്ട്, റിക്കവറി ആൻഡ് റീസ്റ്റോറേഷൻ. ഈ റിക്കവറി ചെയ്ത ഈ കുടിയേറിയ ആളുകളെ റിക്കവറി ചെയ്യാൻ ഒരു ആക്ട് പുറപ്പെട്ടു. 1949 ഒരു ആക്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് ആക്ട്, ഇവർക്ക് ഈ കുടിയേറിയ ആളുകൾക്ക് കോമ്പൻസേഷനും അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസവും. അവർക്ക് സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ടു പോയി, സ്വന്തം വീട് നഷ്ടപ്പെട്ടു പോയി, അവർക്ക് അതിന് നഷ്ടപരിഹാരം കൊടുക്കണം. അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ കൊടുക്കണം, അവരെ പുനരധിവസിക്കണം. അതിനൊരു 1954 ഒരു ആക്ട്
വരികയും ചെയ്തു ഇന്ത്യൻ ഗവൺമെന്റ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൗരത്വ ഭേദഗതി. പൗരത്വ നിയമം 1955 ഈ ആക്ട് കൊണ്ടുവന്നത്. അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആളുകൾക്ക് ഇവിടുത്തെ ആനുകൂല്യങ്ങൾ കിട്ടാൻ ഇന്ത്യൻ പൗരത്വം വേണ്ടേ? നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ്. അതുപോലെ ഇന്ത്യൻ പൗരത്വമാണ്. അവർക്ക് പൗരത്വം നൽകാൻ 1955 സിറ്റിസൺഷിപ്പ് ആക്ടും കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇത്രയും 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ചലഞ്ചുകളെ ഇതാക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് ഇതാക്കിയത്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ദ 3 ട്രീറ്റീസ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റസ്. സ്വതന്ത്രം നേടുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് നൂറുകണക്കിന് പ്രിൻസിലി നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താണ് നാട്ടുരാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളെ കേരളത്തില് 14 ജില്ലകളുണ്ട്. മലപ്പുറം ഒരു രാജ്യം, അതുപോലെ തന്നെ വയനാട് ഒരു രാജ്യം, കോഴിക്കോട് രാജ്യം, ഇങ്ങനെ രാജ്യങ്ങളായ അത് വലിയ പ്രശ്നം ഉണ്ടാവൂലേ? അപ്പൊ ഇതൊക്കെ ഒറ്റ സ്ഥലമാക്കിയിട്ട് ഒരൊറ്റ രാജ്യത്തേക്ക് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ഇന്ത്യ നേരിട്ട മറ്റൊരു വെല്ലുവിളി. പല നാട്ടുരാജ്യങ്ങളായാൽ അത് ഇന്ത്യൻ പരമാധികാരത്തെ ചോദ്യം ചെയ്യപ്പെടും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിൻസിലി സ്റ്റേറ്റുകളൊക്കെ ഇതാക്കാൻ പറ്റും. അപ്പൊ ഉദാഹരണമായിട്ട് കാശ്മീർ എന്നൊരു നാട്ടുരാജ്യമായിരുന്നു. അതുപോലെ തന്നെ മണിപ്പൂര്, ഹൈദരാബാദ്, ജുനഗഡ് എന്നീ പ്രദേശങ്ങളൊക്കെ ഇന്ത്യയിൽ അന്നത്തെ പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളായിരുന്നു. പക്ഷേ ഇവരെയൊക്കെ രാജ്യമാക്കുകയാണ് ഇന്ത്യ നേരിട്ട മറ്റൊരു വെല്ലുവിളി. അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ഓഫ് ലയന കരാറ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലും അതുപോലെ VP മേനോന്റെ നേതൃത്വത്തിലും അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ കരാർ ഉണ്ടാക്കുകയും നാട്ടുരാജ്യങ്ങളിൽ ഇതാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വേറെ ചില അഗ്രിമെന്റുകൾ കൂടിയുണ്ട്. അതിലൊന്നാണ് സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് അവിടെ തന്നെ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിൽക്കുക, നിങ്ങൾക്ക് നിങ്ങളെ നാട്ടുരാജ്യമായിട്ട് നിൽക്കാം എന്നുള്ള ഒരു ഇതാണ് ഈ സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ്. ഇതുണ്ട് മെയിൻറ്റെയിൻ ദെയർ സ്റ്റാറ്റസ്. അവരുടെ സ്റ്റാറ്റസ് ഏതാണോ അവിടെ തന്നെ നിന്നോളി എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. ഒരു നിങ്ങളെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ആയിട്ട് അവിടെ തന്നെ നിന്നുകൊള്ളൂ എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞു. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതൊരു തന്ത്രമായിരുന്നു. നമ്മൾ വിഭജിച്ചു പോയപ്പോ പാകിസ്ഥാൻ ഉണ്ടായില്ല അല്ലെ? ഇവര് പാകിസ്ഥാൻക്ക് പോയാൽ ഭയങ്കര പ്രശ്നമാണ്. അത് പിന്നെ ഒരു വാല് പോയ മാതിരിയാവും. പിന്നെ ഒരു രാജ്യം പാകിസ്ഥാനിലേക്ക് പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ്. സ്റ്റാൻഡ് സ്റ്റിൽ നിങ്ങൾ അവിടെ തന്നെ നിന്നോളി എന്നാണ് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞത്. സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് ആണ്. ഇനി രണ്ടാമത്തെ ഒരു അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്നാണ്. തൽസ്ഥിതി കരാർ എന്നാണ് അതിനെ മലയാളത്തിൽ പറയാം. ഈ ഇതില് എന്താ വെച്ചാല് ഇന്ത്യൻ യൂണിയനിലേക്ക് മെർജ് ചെയ്യപ്പെട്ടു ഈ നാട്ടുരാജ്യങ്ങളെ. പക്ഷെ അവർക്ക് ഇന്റേണൽ സെൽഫ് ഗവൺമെന്റ് സ്വയം ഭരണാധികാര അവകാശം നൽകി. ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷനിൽ നൽകിയത് എന്താ വെച്ചാൽ അവർ ഇന്ത്യയിലേക്ക് മെർജ് ചെയ്യപ്പെടണം. അവരെന്ത് ചെയ്തു? ഇന്റേണൽ സെൽഫ് ഗവേണൻസ്, അവർക്ക് സ്വയം ഭരണാധികാരം നൽകി. സ്റ്റാൻഡ് സ്റ്റിൽ കരാറിൽ അവിടെ തന്നെ നിന്നോളി എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ വെച്ചാല് ഇന്ത്യൻ യൂണിയനിലേക്ക് നിങ്ങൾ ചേരണം, നിങ്ങൾക്ക് എന്ത് തരാം? ഒരു ഓഫർ കൊടുത്തു. എന്താണ് ആ ഓഫർ? ഇന്റേണൽ സെൽഫ് ഗവേണൻസ്, സ്വയം ഭരണ അവകാശം അവർക്ക് നൽകി. മനസ്സിലായോ മക്കളെ? അപ്പോ ഇതാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു അഗ്രിമെന്റ് ആണ് മെർജർ അഗ്രിമെന്റ്. ഇവിടെ എന്താണെന്ന് വെച്ചാല് കംപ്ലീറ്റ് അസഷൻ, പൂർണ്ണമായിട്ടും ഇന്ത്യയിലേക്ക് ചേരണം. അവർക്ക് എന്താണെന്ന് വെച്ചാല് സെൽഫ് ഗവേണൻസ് കൊടുക്കുകയുമില്ല. അത് ഇന്ത്യയിലേക്കാണ് ആ പരമാധികാരം. നാട്ടുരാജ്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനിൽ ചേരണം എന്നുള്ളതാണ് ഈ ആക്ടില് പറയുന്നത്. മെർജർ അഗ്രിമെന്റിൽ എന്താണ് ഇവർക്ക് എന്താന്ന് വെച്ചാല് സ്വയം ഭരണാവകാശം ഇല്ലാതെയാകുക എന്നുള്ളതാണ്. അവിടെ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷനിൽ അവർക്ക് എന്താണ് കൊടുക്കുന്നത്? സംയോജന കരാറിൽ എന്ത് കൊടുക്കുന്നുണ്ട്? അവർക്ക് സ്വയം ഭരണാവകാശം നൽകുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ വെച്ചാല് ഇവർക്ക് എന്താണ് മെർജർ അഗ്രിമെന്റിൽ എന്താണ്? അവർക്ക് സ്വയം ഭരണാവകാശം നൽകുകയെന്നില്ല, അവർ ഇന്ത്യയിലേക്ക് പൂർണ്ണമായിട്ട് ചേരുകയും വേണം. ഇങ്ങനെയാണ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പൽസ്. ഇത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സർദാർ വല്ലഭായ് പട്ടേലും അന്നത്തെ VP മേനോൻ, ഈ രണ്ടാളുകളുടെ ബുദ്ധികരമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തത്? ഇവര് ആ പ്രശ്നം സോൾവ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പൊ 3 അഗ്രിമെന്റുകൾ ഒന്ന് ഓർക്കട്ടോ. ഏതൊക്കെയാണ്? സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ഉണ്ട്, മെർജർ അഗ്രിമെന്റ്. സ്റ്റാൻഡ് സ്റ്റിൽ നിങ്ങൾ അവിടെ തന്നെ നിന്നോളൂ എന്നാണ്. നിങ്ങൾ എവിടെയാണോ നാട്ടുരാജ്യമായിട്ട് നിന്നോളൂ.
നാട്ടുരാജ്യമായിട്ട് നിന്നോളൂ. അതെന്തിനാ വെച്ചാൽ പാകിസ്ഥാൻ ഒഴിവാക്കുക. പിന്നെന്താണ് രണ്ടാമത്തേത് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷനിലാണ്, ഇന്ത്യൻ യൂണിയനിലേക്ക് മെർജ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെന്താണ് അവർക്ക് സ്വയം ഇന്റേണൽ സെൽഫ് ഗവർണൻസ് നൽകി എന്നുള്ളതാണ്. പിന്നെ മെർജർ അഗ്രിമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിൽ മെർജർ അഗ്രിമെന്റിലേക്ക് ഇതാകണം, കംപ്ലീറ്റ് ആയിട്ട് മെർജ് ചെയ്യണം എന്നുള്ള ഇന്ത്യൻ യൂണിയനിലേക്ക്. ദ റൈറ്റ് ടു നോ സെൽഫ് ഗവർണൻസ്, അവർക്ക് സ്വയം അധികാരമില്ല. ഇങ്ങനെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഈ രണ്ട് പ്രശ്നങ്ങളെ പരിഹരിച്ചത് എന്നുള്ളതാണ്. അപ്പോ ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് പോകാം. ഫസ്റ്റ് ഇലക്ഷൻ. ഇലക്ഷൻ ആണ് അല്ലേ. ഇപ്പൊ നമ്മളെ നാട്ടിൽ കൂടെ ഇപ്പൊ അങ്ങോട്ട് ഇലക്ഷനൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ളൂ. പഞ്ചായത്ത് ഇലക്ഷനും തെരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ ഉത്സവമാണ്. ഇന്ത്യയിൽ ഈ ജനാധിപത്യ ഉത്സവം പണ്ട് ബ്രിട്ടീഷുകാരാണ് പറ്റിനെ ജനാധിപത്യത്തിൽ അങ്ങനെ ഇതൊന്നുമില്ല. ഇനി കുറച്ച് അല്ലറ ചില്ലറ നിർമ്മാണ സഭയിലേക്കൊക്കെ ഇലക്ഷനെ നടന്നിട്ടുള്ളൂ. ഒരു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ഷനിൽ ഉണ്ടായത് എന്നാണ് ഒക്ടോബർ 1951 തുടങ്ങി ഫെബ്രുവരി 1952 ഇത് അവസാനിച്ചത്, ഒന്നാമത്തെ ഇലക്ഷന്. ഇത്രയും കാലം, കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നിങ്ങൾക്ക് അറിയാലോ, എത്രമാനം ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് സംസ്ഥാനങ്ങളും ഉള്ളൊരു രാജ്യമാണ്. അപ്പൊ അവരെ പതിയെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഇതുവരെ കാണാത്തൊരു സിസ്റ്റത്തിലേക്കാണ്. അപ്പൊ ഇത്രയും കാലം എടുത്തിട്ടാണ് ഇതിലേക്ക് ഇതൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു, ഇതൊരു പരീക്ഷണമായിരുന്നു. ഇങ്ങനെയൊക്കെ നടക്കും ജനങ്ങളെ അതൊരു ബോധവല എങ്ങനെയാണ് ഇലക്ഷന്, എങ്ങനെയാണ് അത് നടക്കുക എന്നുള്ളതൊക്കെ അന്ന് നെഹ്റു അത് പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതെ, പരീക്ഷണമായിരുന്നു. അത് വലിയ വിജയം അതിൽ നേടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഇത് പരീക്ഷക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഒരു 1 വേർഡ് ഒക്കെ ചോദിക്കും. ആദ്യത്തെ ഇലക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കടന്നത് 1952 അത് അവസാനിച്ചത്. തുടങ്ങിയത് 1951 എന്നുള്ളതാണ്. പിന്നെ ഈ എന്തൊക്കെയാണ് ആദ്യത്തെ ഇലക്ഷൻ ആണല്ലോ അല്ലെ. ആദ്യത്തെ ഇലക്ഷൻ ആവുമ്പോൾ അതിന് കുറച്ച് വെല്ലുവിളികളുണ്ട്, ചലഞ്ചസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ചലഞ്ചസ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒന്ന്, ഡീലിമിറ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി. ഓരോ മണ്ഡലങ്ങളാക്കിയിട്ട് ഇതാകണം. ഇന്നൊരാൾക്ക് ഒരു ഒരു വിജയി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓരോ നിയോജക മണ്ഡലങ്ങള് അവർക്കൊരു അതിർത്തി ഉണ്ടാകണം. ഇന്ന സ്ഥലം മുതൽ ഇന്ന വരെ ആണ് ആ അതിർത്തി ഉണ്ടാകുക. അങ്ങനെ ആ അതിർത്തി നിർണയിക്കുക എന്നുള്ളതാണ് അല്ലെ. അതിർത്തി ഇങ്ങനെ അതിരുകൾ ഇത്ര വരെ ഉള്ളൂ ഒരു മണ്ഡലം. അങ്ങനെ ആ അതിർത്തി നിർണയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ ഒരു ചലഞ്ചായിട്ട് ഇതാക്കിയത്. ഇന്ന സ്ഥലത്ത് ഇപ്പോ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം ഒരു മണ്ഡലമാകും, അത് എത്ര വരെ വേണം. അതുപോലെ തന്നെ മലപ്പുറം ഒരു മണ്ഡലമാണെങ്കിൽ ആ മലപ്പുറം എത്ര മണ്ഡലമായിട്ട് എത്ര വരെ എവിടൊക്കെ വരണം, ഇന്ന സ്ഥലത്തൊക്കെ വരണം, അതിർത്തികൾ നിർണ്ണയിക്കണമല്ലോ. അതാണ് ഒന്നാമത്തെ, എങ്ങനെ അതിർത്തികൾ നിർണ്ണയിക്കാം, എങ്ങനെ ഇതാക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു വെല്ലുവിളി എന്നുള്ളത്. പിന്നെന്താണ്, പ്രിപ്പയറിംഗ് വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കണം. വോട്ടേഴ്സിന്റെ ലിസ്റ്റ് നമുക്ക് വെറുതെ അങ്ങോട്ട് വോട്ട് ചെയ്യാനൊന്നും പറ്റൂല. വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുക വേണം. അതെങ്ങനെ? അഡൽട്ട് ഫ്രാഞ്ചൈസ്, പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം വോട്ട് ഉണ്ടാകുകയാണ്. ചെറിയ കുട്ടികൾക്ക് വോട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 10ാം ക്ലാസ്സിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ. നാളെ പോയി എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വോട്ടൊന്നും ചെയ്യാൻ പറ്റൂല. അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രായപരിധി ഉണ്ട്. പണ്ട് 21 വയസ്സായിരുന്നു പണ്ട് ആദ്യത്തെ ഇലക്ഷനില് ഒരാൾക്ക് പ്രായപൂർത്തി വോട്ടവകാശത്തിൽ ഉണ്ടായിരുന്നു. 21 വയസ്സാണ് കേട്ടോ. ഇപ്പൊ അത് 18 വയസ്സാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. അപ്പോ വോട്ടേഴ്സ് ലിസ്റ്റ് എങ്ങനെ 21 വയസ്സിന്റെ മേലക്കുള്ള ആളുകളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വെല്ലുവിളിയായിട്ട് കണ്ടത്. പിന്നെന്താണ്, എഡ്യൂക്കേറ്റ് ചെയ്യണം അല്ലെ, എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളത്. പണ്ടത്തെ ബാലറ്റ് സിസ്റ്റം ചെയ്യുന്നു, പേപ്പർ, ഇന്നിപ്പോ വോട്ടിംഗ് മെഷീനാണ്. അപ്പൊ ഇവ എങ്ങനെ വോട്ട് ചെയ്യണം, എന്തൊക്കെയാണ് ഈ വോട്ടിന്റെ ആനുകൂല്യങ്ങൾ, ഇത് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുക. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോഴും നിരക്ഷരരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ, വളരെ ചുരുക്കം ചില ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടും. എങ്ങനെ വോട്ട് ചെയ്യണം, ഇതൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇല്ലിറ്ററേറ്റ്, നിരക്ഷരരായിട്ടുള്ള ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ഒരു വെല്ലുവിളിയായിരുന്നു. നാലാമത്തേത്, ഇലക്ഷൻ ഒഫീഷ്യൽസിനെ കണ്ടെത്തണം, അവർക്ക് ട്രെയിനിങ് നടത്തണം. അവരെ ഇലക്ഷനെ എങ്ങനെ നടപ്പിലാക്കണം എന്ന് ട്രെയിനിങ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം. അതൊരു വെല്ലുവിളിയാണ്. ഇവരൊക്കെ അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് പിന്നത്തെ ഒരു വെല്ലുവിളി. പിന്നെ ഒരു ഇമ്പാർഷ്യൽ ഫെയർ ഇലക്ഷന് നടപ്പിലാക്കുക എന്നുള്ളതും ഒരു വലിയ വെല്ലുവിളിയാണ്. ഒരു കുറ്റം കുറവും ഇല്ലാത്തൊരു ഇലക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത് അക്കാലഘട്ടത്തിൽ ടെക്നോളജി ഒന്നും വളരാത്ത ആ കാലഘട്ടത്തില് അപ്പൊ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ആദ്യത്തെ ഇലക്ഷൻ നടന്നത്. ഇത്രയും വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഒന്ന്, മണ്ഡലങ്ങൾ, ഇന്ന സ്ഥലങ്ങളിലൊക്കെ മണ്ഡലങ്ങൾ ഉണ്ടാകണം.
പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് വേണം. ഇപ്പൊ നേരെ പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റൂല. വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെ? പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം വോട്ട് ഉണ്ടാക്കണം. അത് എത്രയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, 21 വയസ്സിന് പണ്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളെ, നിരക്ഷരരായിട്ടുള്ള ആളുകളെ, ഇല്ലിറ്ററേറ്റ് പേഴ്സൺസിനെ എന്ത് ചെയ്യണം? അവരെ ഇത് പഠിപ്പിക്കണം. അതൊരു വലിയ വെല്ലുവിളി. അതുകൊണ്ടൊക്കെയാണ് ഇത്രയും ലെങ്ത് എടുത്തത്. പിന്നെ ഇലക്ഷൻ ഒഫീഷ്യൽസിനെ ഫൈൻഡ് ചെയ്യണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. പിന്നെ ഇമ്പാർഷ്യൽ ഒരു ഇതൊക്കെ കാരണം ഒരു സ്വയം അല്ലെങ്കിൽ ഒരു ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ഇലക്ഷൻ, സുതാര്യമായിട്ടുള്ള ഒരു ഇലക്ഷൻ നടപ്പിലാക്കുക എന്നുള്ളതും ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറിയിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ ഇലക്ഷന്റെ ഹിസ്റ്ററി എങ്ങനെ ആണ് എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം 1947 മുതൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ, നെഹ്റുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയും, നെഹ്റുവിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നിരുന്നു. ഫ്രം വൺ പാർട്ടി ഡൊമിനൻസ് ടു കോയിലേഷൻ സിസ്റ്റം. എന്താണ് കോയിലേഷൻ സിസ്റ്റം? മുന്നണി സംവിധാനം. ഞാൻ പറഞ്ഞുതരാം കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ. മുന്നണി സംവിധാനം എന്താണ്? ആദ്യ കാലഘട്ടത്തിൽ ഇതൊരു വൺ പാർട്ടി ഡൊമിനൻസ് ആയിരുന്നു. ഒറ്റ പാർട്ടിയിൽ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഒറ്റ പാർട്ടിയിൽ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഇലക്ഷൻ നടന്നിരുന്നത്. ഒറ്റ പാർട്ടിയിൽ കേന്ദ്രീകരിച്ച് വൺ പാർട്ടി ഡൊമിനൻസ് ആയിരുന്നു, ഏകകക്ഷി സംവിധാനമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരാനുണ്ടായ കാരണം എന്താ? കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. സ്വാതന്ത്ര്യ സമരത്തിന് എല്ലാവിധ ഇതും നൽകിയത് അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വീകാര്യത അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ. അതിന്റെ ക്രോണോളജി എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അത് നമ്മളൊരു ക്രോണോളജി രൂപത്തിൽ അതൊന്ന് പഠിക്കാം നമുക്ക്. അത് ജസ്റ്റ് ഇപ്പൊ തന്നെ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു പോയാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അത് പഠിച്ചു പോകാം. ഈ ക്രോണോളജി ഒന്നും തെറ്റൂല. ആദ്യത്തെ ഇലക്ഷൻ ആദ്യം തുടങ്ങിയതെന്നാണ് 1959 തുടങ്ങി. പക്ഷെ 52-ലാണ് അത് അവസാനിക്കുന്നത്. അപ്പൊ നമ്മൾ 52-ലാണ് ആദ്യത്തെ ഇലക്ഷന് നടന്നത്. അതിന് 1977 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ചിരുന്നത് ഈ പാർട്ടിയാണ്. അപ്പൊ എത്ര കാലമാണ് ഇന്ത്യ? അത്രയും കാലം ഇന്ത്യ ഏകദേശം ഒരു 25 വർഷക്കാലം ഇന്ത്യ ഭരിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. യാതൊരു വെല്ലുവിളിയില്ലാതെ ഇതാക്കി അവര് ജയിച്ചു. അൺചലഞ്ച്ഡ്. അവർക്ക് ആരും ഒരു വെല്ലുവിളി പോലും സ്വീകരിച്ചിട്ടില്ലായിരുന്നു. 1952 ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിച്ചു. 1957 ഇലക്ഷനിൽ വിജയിച്ചു. 62 വിജയിച്ചു. 67 വിജയിച്ചു. 71 വിജയിച്ചു. അപ്പൊ എങ്ങനെയാണ് ഈ മൂന്ന് അവർക്കുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യ സമരത്തിൽ അവരായിരുന്നു ഏറ്റവും കൂടുതൽ പങ്കെടുത്തത്. അതുകൊണ്ട് ഏറ്റവും വലിയ പവറായി. ഇത്രയും ഇലക്ഷനിൽ ഇതായി. പക്ഷെ 1967 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് അവർക്ക് വലിയൊരു ഹ്യൂജ് സെറ്റ് ബാക്ക് ഉണ്ടായി. എന്നാൽ പക്ഷെ അവരെ ഭരിച്ചിരുന്ന ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 3 പ്രധാനമന്ത്രിമാർക്ക് കീഴിലാണ് ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചിരുന്നത്. അതില് ഒന്നെന്ന് പറയുന്നത് നെഹ്റു ആയിരുന്നു ഒന്നാമത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. നെഹ്റു ആയിരുന്നു ഒന്നാമത്തെ പ്രൈം മിനിസ്റ്റർ. പിന്നെ നെഹ്റുവിന്റെ മരണശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി കടന്നു വന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി ഇതാക്കി. പിന്നീട് ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെട്ടതിന് ശേഷം നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായി മാറി. ഈ 3 പ്രൈം മിനിസ്റ്റേഴ്സിന് കീഴിലാണ് ഇന്ത്യയിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ കാലഘട്ടത്തിൽ ഭരിച്ചത്. ഇതിന്റെ ഇടയിൽ ഒരു ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഗുൽസാരിലാൽ നന്ദ. ജസ്റ്റ് ഓർത്തു വെക്കുക, 3 പ്രൈം മിനിസ്റ്റേഴ്സ് ആണ് പ്രധാനമായിട്ടും അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ കാലം ഇന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതാരാ? നെഹ്റുവാണ്. നെഹ്റുവിന് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അല്ലെ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞ മുദ്രാവാക്യമൊക്കെ അല്ലേ, അതൊക്കെ ഇദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ഇന്ദിരാഗാന്ധിനെ കേട്ടു, നെഹ്റുവിന്റെ മകളാണ്. ഇപ്പൊ നമ്മൾ കണ്ടംപററി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ രാഹുൽ ഗാന്ധി ഇല്ലേ, ഇന്ത്യന്റെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ മുത്തശ്ശിയാണ് ആര്? ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ചെറിയൊരു റിലേഷൻ. നെഹ്റുവിന്റെ മകളാണ് ആര്? ഇന്ദിരാഗാന്ധി. ഇത് പ്രസന്റ് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഓർത്ത് വെക്കാനുള്ളൂ. ഇത് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സ്ട്രാ പോയിന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുക. പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ്. നെഹ്റു ഉണ്ട്, ലാൽ ബഹദൂർ ശാസ്ത്രി ഉണ്ട്, ഇന്ദിരാഗാന്ധി ഉണ്ട്. ഇത്രയും ആളുകളാണ് ഇന്ത്യ ഭരിച്ചത്. ഒരു വെല്ലുവിളി നേടാതെ 1977 വരെ ഇന്ത്യ ഭരിച്ചു. ഇന്റേണലായിട്ട് കോൺഗ്രസിന് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമുക്കിപ്പോ പഠിക്കാനില്ല. കുറെ പിളർന്നത് അതൊന്നും നമുക്കിപ്പോ പഠിക്കാനില്ല. നമുക്ക് ഇത്ര കാലം പഠിച്ചാൽ മതി. 1952 മുതൽ 1977 വരെ വൺ പാർട്ടി, an era of one party dominance. ഒറ്റ പാർട്ടിയാണ് ഇന്ത്യ ഭരിച്ചത്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഓക്കെ. പക്ഷേ
1970 1977 1977 1979 1979 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാത്ത വേറൊരു പാർട്ടി എന്താണ് ഇന്ത്യ ഭരിക്കുകയാണ്. ആ പാർട്ടിയുടെ പേരാണ് ജനതാ പാർട്ടി. അതെന്താണ് അതിന്റെ റീസൺ എന്ന് അടുത്ത 2 സ്ലൈഡിൽ നമുക്ക് പഠിക്കും. ഒരു വ്യക്തമായിട്ട് വളരെ ജനകീയരായിട്ടുള്ള ഈ ഗവൺമെന്റ് താഴെ പോകാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടാൻ പോയത് എന്നുള്ളത് അടുത്ത 2 സ്ലൈഡിൽ നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് അധികാരം നഷ്ടപ്പെട്ടു. ഏത് പാർട്ടിയാണ് വന്നത്? ജനതാ പാർട്ടി. INC അല്ലാത്ത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാത്ത ഒരു പാർട്ടി എന്താണ് ഇന്ത്യയിലെ അധികാരത്തിലേക്ക് വരികയാണ്. ഓർക്കണം. അപ്പൊ അത് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ്. ഏതാണ്? ജനതാ പാർട്ടിയാണ് അധികാരത്തിൽ വന്നത്. 1977 മുതൽ 79 വരെയാണ് അവർ ഭരിച്ചത്. അവർക്ക് പിന്നെ അധികം നിൽക്കാനൊന്നും പറ്റിയില്ല. അവരിൽ കുറെ ആൾക്കാർ കൂറുമാറിപ്പോയിട്ട് ആ ഗവൺമെന്റ് ഇല്ലാതെയാകുകയാണ് ചെയ്തത്. ഇത്ര ആളുകളുടെ പിന്തുണ വേണം. അത് വേണം. ആ പിന്തുണ അവർക്ക് കിട്ടാത്തതോട് കൂടിയിട്ട്, പകുതിയിൽ കൂടുതൽ ആൾക്കാരെ പിന്തുണ കിട്ടാത്തതുകൊണ്ട് ആ ഗവൺമെന്റ് ഇല്ലാതെയാകുകയാണ്. ജനതാ പാർട്ടി രൂപീകരിച്ചു. പിന്നെ അടുത്തത് 1980 മുതൽ 89 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നെയും അധികാരത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അത് പിന്നെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സുപ്രീമസി ഇതായി. 1980 ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? ഇന്ദിരാഗാന്ധി പിന്നെയും അധികാരത്തിൽ വന്നു. പിന്നെ 1984 ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിനെ തുടർന്ന് രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയി. രാഹുൽ ഗാന്ധിയുടെ അച്ഛനാണ് ആര്? രാജീവ് ഗാന്ധി പിന്നെ അധികാരത്തിലേക്ക് വന്നു. നമ്മളിപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അച്ഛനാണ് ആര്? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി ഇന്ത്യന്റെ അധികാരത്തിലേക്ക് വന്നു. 1984 വലിയ ഭൂരിപക്ഷത്തോട്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് രാജീവ് ഗാന്ധി ഗവൺമെന്റ് 5 വർഷക്കാലം ഇന്ത്യ ഭരിച്ചു. 414 സീറ്റ്, 543 414 സീറ്റുമായിട്ടാണ് അവര് അധികാരത്തിലേക്ക് എത്തിയത്. അപ്പൊ ആ അധികാരത്തിലെത്തി കൂടുതലായിട്ട് 1989 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ പിന്നെയും ഭരിച്ചു. പിന്നെ 1989 മുതൽ 1996 വരെ കോയിലേഷൻ, അതായത് ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റ് ആണ്. എന്താണ് കൂട്ടുകക്ഷി ഗവൺമെന്റ് എന്നാണ് നമ്മൾക്ക് അറിയാം. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യന്റെ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ളവരാണ് ഇന്ത്യ ഭരിക്കുക എന്നുള്ളത്. അപ്പൊ ഒരു കാര്യം, ഇന്ത്യയിൽ മൊത്തം 543 ലോക്സഭാ മണ്ഡലങ്ങൾ ആണ് ഉള്ളത്. ഇതിന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 272 സീറ്റ് ആളുകളുടെ പിന്തുണ ഉണ്ടായെങ്കിലേ മാത്രമേ ഉള്ളൂ ആ ഗവൺമെന്റ് നിലനിൽക്കുള്ളൂ. അത് ഏത് ഗവൺമെന്റ്? ഇത്രയും അംഗങ്ങളുടെ പിന്തുണ വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ. 1989 ശേഷം ഇന്ത്യൻ ജനാധിപത്യം 1 പാർട്ടി ഡൊമിനൻസ് എന്നൊക്കെ പോയിട്ട് ഒരുപാട് പാർട്ടികളൊക്കെ വന്നിട്ട് ഈ 272 എന്ന ആളുകളുടെ പിന്തുണ മേടിക്കാതെ കോയിലേഷൻ പൊളിറ്റിക്സ് ആയി മാറി. കൂട്ടുകക്ഷി, കൂട്ടുപിടിക്കുക, ഫ്രണ്ട്സ് ആയിങ്ങാണ്ട് കൂട്ടുപിടിച്ചിട്ട്, ഒറ്റക്കല്ല, ഒരു പിന്തുണ ആണ് ഒരു പിന്തുണ ഉണ്ടായാലുള്ളൂ എന്തുണ്ടാകുക, ഒപ്പം നിന്നാൽ മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് നിലനിൽക്കുള്ളൂ. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് 1989 ശേഷമാണ്. 96 വരെ അത്രയും കാലം ഇന്ത്യയിൽ ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റ് ആണ് നിൽക്കുന്നത്. 1989 ജനതാദൾ നാഷണൽ ഫ്രണ്ടിന്റെ കീഴിൽ എന്ത് ചെയ്തു? കുറെ പാർട്ടികളെ, BJP അതുപോലെ തന്നെ CPM പോലെയുള്ള പാർട്ടികളൊക്കെ ഒപ്പം കൂട്ടിയിട്ട് ജനതാദൾ എന്ത് ചെയ്തു? ഇന്ത്യ ഭരിച്ചു. അതില് പ്രധാനമായിട്ടും VP സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണെന്ന് ഭരിച്ചത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ ആണ്. ഈ VP സിംഗ് ആണ് അന്ന് ഇന്ത്യ ഭരിച്ചത് 1989. പക്ഷെ 1991 ആയപ്പോ പിന്നെയും ഇതേ പ്രശ്നം. 272 ആൾക്കാരെ പിന്തുണ കിട്ടിയില്ല. അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു. അത് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ പഠിക്കാം എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്നുള്ളത്. കുറെ പ്രശ്നങ്ങൾ, ഇന്റേണൽ ആയിട്ടുള്ള രാജ്യത്തിന്റെ അകത്ത് കുറെ പ്രശ്നങ്ങളിലൂടെ VP സിംഗിന് രാജിവെക്കേണ്ടി വന്നു. 1991 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നെയും അധികാരത്തിൽ വന്നു. പിന്നെ 1991 പിന്നെയും 91 പിന്നെയും ഇലക്ഷൻ വന്നപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒറ്റക്ക് കൂടി ഈ ആൾക്കാരെ പിന്തുണ കിട്ടിയില്ല. വേറെ കുറച്ച് പുറത്തുനിന്നുള്ള പാർട്ടികളെ ഇതാക്കിയിട്ട് 272 ആളുകളുടെ പിന്തുണയോട് കൂടിയിട്ട്
അവരെന്താണ് ഗവൺമെന്റ് രൂപീകരിക്കുകയാണ് ചെയ്തത്. 1991 മുതൽ 96, പിന്നെ 96 എന്താണ് പിന്നെയും ഇലക്ഷൻ വന്നു. അതില് ഇന്ത്യയിൽ ആദ്യമായിട്ട് BJP അധികാരത്തിലെത്തി. BJPക്കും ഇതേ പ്രശ്നമുണ്ടായിരുന്നു. ആളുകളുടെ പിന്തുണ പകുതിയിൽ കൂടി 272 ആളുകളുടെ പിന്തുണ ഇല്ലാതെയായി. 10 ദിവസത്തിന് ശേഷം AB വാജ്പേയി എന്ന് പറയുന്ന ഏറ്റവും കുറവ് കാലം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയ ഒരു വ്യക്തിയാണ്. AB വാജ്പേയിക്ക് പിന്തുണ ഇല്ലാതെ ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് അല്ലാത്തൊരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്നത് AP വാജ്പേയി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. 13 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നു. പിന്തുണ കിട്ടിയില്ല. പിന്നീട് യുണൈറ്റഡ് ഫ്രണ്ട് എന്ത് ചെയ്തു, അധികാരത്തിലെത്തി. പിന്നീട് അവർക്കും ഇത് ഇതാക്കിയില്ല. 98 ആയപ്പോൾ ആ ഗവൺമെന്റും വീണു. 98 മുതൽ 1998 മുതൽ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. 2004 വരെയാണ് കേട്ടോ. ഡെമോക്രാറ്റിക് അലയൻസ്, ഇവര് സഖ്യം കൂടിയിട്ട് ഇവർക്കൊരു പേരിട്ട്, പരീക്ഷയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. എന്താണ് NDA എന്ന് പറയുന്നത്? ഇവര് സഖ്യം കൂടിയ ആ സഖ്യത്തിന്റെ പേരാണ്, BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യത്തിന്റെ, ആ കൂട്ടുകൂടിയ സഖ്യത്തിന്റെ പേരാണ് എന്ത്? നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്നത്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, NDA ഫുൾ ഫോം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാണ്ടാവും, ഒന്ന് ഓർത്ത് വെക്കുക. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. ഇതിന് നേതൃത്വം നൽകിയത് ആരാ? BJP ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ AB വാജ്പേയി തന്നെയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയത്. 2004 വരെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയത്. 2004 മുതൽ 2014 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നെ അധികാരത്തിലേക്ക് തിരിച്ചു വന്നു. 96 അധികാരം പോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് സഖ്യം കൂടിയിട്ടാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. പിന്നെ സഖ്യം കൂടിയിട്ട് CPM പോലുള്ള പാർട്ടികളുടെ സഖ്യം കൂടിയിട്ട് അവരെന്ത് ചെയ്തു? ഇന്ത്യയിൽ ഗവൺമെന്റ് രൂപീകരിച്ചു. അപ്പൊ NDAന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത്? UPA ഗവൺമെന്റ്. ഏതാണ് UPA ഗവൺമെന്റ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് അന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായി മാറിയത്. അപ്പൊ ആരാണ്? 10 വർഷക്കാലം UPA ഗവൺമെന്റ്. അപ്പൊ UPAന്റെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്. എന്താണ്? യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ആണ്. പിന്നെ 2014 ശേഷം ഇന്ത്യൻ ജനാധിപത്യത്തിൽ BJP ശക്തമായിട്ട് വളർന്നു. ഇപ്പൊ പ്രസന്റ് ആയിട്ടുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴും 3 ഇലക്ഷനെ നേരിട്ടു. ആ 3 ഇലക്ഷനെ അവര് വിജയകരമായിട്ട് പൂർത്തിയാക്കി. ഇപ്പൊ ഇന്ത്യ ഭരിച്ചിരിക്കുന്ന ആരാണ്? NDA തന്നെയാണ്. നരേന്ദ്രമോദിയാണ് ഇപ്പൊ ഇന്ത്യന്റെ പ്രൈം മിനിസ്റ്റർ. പ്രസന്റ് ആയിട്ടും 2024 ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യന്റെ ഇലക്ഷന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഒരുപാട് കണ്ടന്റുകൾ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇതിൽ പറഞ്ഞു. അപ്പോ നിങ്ങൾ ഓരോന്ന് ക്രോണോളജി അനുസരിച്ച് ആദ്യം ഒരു 1 പാർട്ടി ഡൊമിനൻസ് ആയിരുന്നു, പിന്നീട് അതൊരു കോയിലേഷൻ, ഒരു മുന്നണി സംവിധാനത്തിലേക്ക് അത് എത്തി എന്നുള്ളതാണ് പിന്നെ ഇതായി മാറിയത്. അപ്പോ ഇപ്പോഴും ഒരു മുന്നണി സംവിധാനത്തിലാണ് ബാക്കിയത്. അപ്പൊ അങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു ക്രോണോളജി എന്ന് പറയുന്നത്. ഓക്കെ കുട്ടികളെ, മനസ്സിലായല്ലോ? നമുക്ക് അടുത്തൊരു സ്ലൈഡിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു അധികാരം നഷ്ടപ്പെടാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞു 1977 അധികാരം നഷ്ടപ്പെട്ടു അല്ലെ. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രധാനമായിട്ടും എങ്ങനെയാണ് അവർക്ക് അധികാരം നഷ്ടപ്പെട്ടത് എന്നുള്ളതിന് പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് എമർജൻസി, അടിയന്തരാവസ്ഥ. നിങ്ങൾ പലപ്പോഴും വാർത്തകളിലും പത്രമാധ്യമങ്ങളിലൊക്കെ അടിയന്തരാവസ്ഥ. എന്താണ് അടിയന്തരാവസ്ഥ? അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു കറുത്ത അധ്യായം തന്നെയാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്, എമർജൻസി എന്ന് പറയുന്നത്. എമർജൻസി ഡിക്ലെയർ ചെയ്തത് 1975 ജൂൺ 25 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രാബല്യത്തിൽ വന്നത്. അത് പ്രഖ്യാപിച്ചത് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. എന്താണ് അടിയന്തരാവസ്ഥ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് എങ്ങനെയാണ് അടിയന്തരാവസ്ഥ ഉണ്ടാകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒന്ന് നോക്കാം. സ്ട്രോങ് ആന്റി ഇൻകംബൻസി അല്ലെ, ആന്റി ഇൻകംബൻസി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. ഭരണത്തിനെതിരായിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ഒരു വികാരം, അവർ മാറണം, ഏകാധിപതിയാണ് ഇന്ദിരാഗാന്ധി, അങ്ങനെ ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ഒരു ആന്റി ഇൻകംബൻസി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റിലെ വിദ്യാർത്ഥികൾ, വിപ്ലവകാരികളാണ് വിദ്യാർത്ഥികൾ. ബീഹാറിലും ഗുജറാത്തിലും ഉണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ തടുക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ചോരത്തിളപ്പുള്ള സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റുകൾ ആ കാലഘട്ടത്തിൽ ബീഹാറിലും അതുപോലെ തന്നെ ഗുജറാത്തിലും നടന്നിട്ടുള്ള സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ ജയപ്രകാശ് നാരായൺ ഒരു ഗാന്ധിയനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രൊട്ടസ്റ്റുകൾ, ജയപ്രകാശ് നാരായണന് ഒരു വലിയൊരു ജനസ്വീകാര്യത അന്ന് കിട്ടിയിരുന്നു അദ്ദേഹത്തിന്റെ ഇത്. അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുഡ് ഷോർട്ടേജ്, അൺഎംപ്ലോയ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടം ജനങ്ങളുടെ വലിയൊരു പ്രക്ഷോഭം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾ വലിയ തോതിൽ ഇന്ദിരാഗാന്ധിക്കെതിരായി അങ്ങനെ വലിയ പ്രയാസങ്ങളും വലിയ പ്രൊട്ടസ്റ്റുകളൊക്കെയാണ് അന്ന് ഇന്ത്യ നടന്നത്. അതിന്റെ ഇടയിൽ ഇപ്പോ കത്തണീന്റെ അടിക്ക് പെട്രോൾ ഇടുക എന്നൊക്കെ പെട്രോൾ ആളി കത്തുന്ന ഒരു തരത്തിൽ പ്രക്ഷോഭം വളരാനുണ്ടായ ഒരു റീസൺ കൂടി ഉണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. അതാണ് അലഹബാദ് ഹൈക്കോടതി പ്രക്ഷോഭങ്ങളൊക്കെ ഇങ്ങനെ വലിയ തോതിൽ ഉണ്ടാകുകയാണ്. അതിക്കൊരു പെട്രോൾ ഒഴിച്ച മാതിരി വലിയ രീതിയിൽ ആളിക്കത്താനിടയായ ഒരു ഇതാണ്. അലഹബാദ് ഹൈക്കോർട്ട് ഇൻവാലിഡേറ്റ് ദ ഇന്ദിരാഗാന്ധി ഇലക്ഷൻ. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇവിടെ ശ്രദ്ധിക്കട്ടെ എല്ലാവരും. 1971 ലാസ്റ്റ് ഇലക്ഷൻ നടന്നത്. 1971 ഈ ഇലക്ഷനില് ഇന്ദിരാഗാന്ധി മത്സരിച്ചത് UP-ന്ന് റായ്ബറേലി മണ്ഡലത്തിലാണ്. റായ്ബറേലി മണ്ഡലത്തില് അവിടെ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്ന് കണ്ട് സർക്കാർ സംവിധാനത്തിന് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റൂല. ഈ സർക്കാർ സംവിധാനങ്ങളെ പോലീസിനൊക്കെ ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധി ജോലി ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞ് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജ് നാരായൺ എന്ന് പറയുന്ന രാജ് നാരായൺ എന്ത് ചെയ്തു? ഒരു അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. അങ്ങനെ ആ പെറ്റീഷനിൽ എന്ത് ചെയ്യാണ്? കോടതിയിൽ അതിൽ സത്യമുണ്ടെന്നും അത് യഥാർത്ഥ ഹർജിയാണെന്നും തെളിയിക്കുകയും ഇന്ദിരാഗാന്ധിനെ അയോഗ്യനാക്കി. എന്താ ചെയ്തത്? ഇന്ദിരാഗാന്ധിനെ അയോഗ്യനാക്കുകയും ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ MP ആണ്, ആ MP സ്ഥാനം പോയി. അതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? MP സ്ഥാനം പോയതോട് കൂടിയിട്ട് അലഹബാദ് ഹൈക്കോടതിയിലെ ആ വിധി വന്നതോട് കൂടിയിട്ട് ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്നുള്ള അവസ്ഥയായി. ഇന്ദിരാഗാന്ധിക്കാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ സ്ഥാനം പോയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കണമല്ലോ. അതിനൊക്കെ പരിഹാരമായിട്ട് അപ്പൊ ഇന്ദിരാഗാന്ധി, ഇതൊരു സ്റ്റോറിയാണ് കേട്ടോ, ജസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? അന്നത്തെ ബംഗാൾ മുഖ്യമന്ത്രിയെ പോയി വിളിച്ചു. അയാളൊരു പേര് കേട്ട വക്കീലായിരുന്നു. അയാൾ പറഞ്ഞു ഇന്ത്യയിലെ ഭരണഘടന തപ്പി നോക്കിയിട്ട് പറഞ്ഞു ഇന്ത്യയില് എന്ത് ചെയ്യുക? ആർട്ടിക്കിൾ 352 പ്രകാരം എന്ത് ചെയ്യുക? ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ടെങ്കിൽ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇന്റേണൽ ആയിട്ടുള്ള സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ടെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും അങ്ങനെ പ്രധാനമന്ത്രി സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? ഈ ആർട്ടിക്കിൾ 352 പ്രഖ്യാപിച്ച് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, എമർജൻസി. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്റേണൽ ആയിട്ടുള്ള ഭരണഘടനയിൽ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ത്രെറ്റ് ഉണ്ട് എന്നൊക്കെ രാഷ്ട്രപതിക്ക് മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യുക? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാല് സെൻട്രലൈസേഷൻ ഓഫ് പവർ, എല്ലാം കേന്ദ്രത്തിക്ക് പോകും. അധികാരം കേന്ദ്രത്തിലേക്ക് പോകും. അവിടെ സ്റ്റേറ്റിനും ഇവൽക്കൊന്നും യാതൊരുവിധ സെൻട്രലൈസ്ഡ് പവർ. സിവിൽ ലിബർട്ടി സപ്രഷൻ, പൗരങ്ങളുടെ അവകാശങ്ങളെ ലംഘിക്കപ്പെട്ടു. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഒരു പൗരന്റെ മൗലിക അവകാശങ്ങളാണ്. ആ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു. പിന്നെന്താണ്? മാധ്യമങ്ങള്, അന്നത്തെ പത്രങ്ങളൊക്കെ സെൻസർ ചെയ്യപ്പെട്ടു. ഗവൺമെന്റിന്റെ ഇതില്ലാതെ, ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരം മാത്രമേ സെൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് സെൻസർ അറിയാലോ അല്ലെ, ഓരോ ഇതിനും സെൻസർ ചെയ്യും. അതേമാതിരി പത്രം ഗവൺമെന്റ് പറയുന്ന മാതിരി അടിക്കാൻ പറ്റുള്ളൂ. പിന്നെന്താണ്? ഒപ്പോസിഷൻ ലീഡേഴ്സ്, പ്രതിപക്ഷ നേതാക്കന്മാരെ കരുതൽ തടങ്കലിലാക്കി. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത് പൗരാവകാശങ്ങൾ ഇതാകും.
അങ്ങനെയാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ത്യക്കാരെ അഫക്ട് ചെയ്യപ്പെട്ടത്. അത് എനാക്ട് ചെയ്യപ്പെട്ട അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. വലിയ പ്രക്ഷോഭത്തെ ഇതാക്കാന് വലിയ പ്രക്ഷോഭങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ വന്നിരുന്നു. പക്ഷെ അത് ഒന്നും കൂടി വന്നത് എങ്ങനെ, വലിയ പ്രക്ഷോഭമായി വന്നത് എങ്ങനെ, അലഹബാദ് ഹൈക്കോടതിയിൽ എന്താണ് ആ വിധി വന്നതോട് കൂടിയിട്ടാണ് അവരെന്താണ് ഇത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തത്, എമർജൻസി പ്രഖ്യാപിച്ചത്. ഓക്കെ, അതാണ് അടുത്തത്. പിന്നെ പക്ഷേ 2 വർഷക്കാലം 1977 മാർച്ചില് അവര് എന്ത് ചെയ്യപ്പെട്ടു, അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടു. പിന്നെ എന്താ വെച്ചാല് കോൺഗ്രസ് അടുത്ത ഇലക്ഷനിൽ ജനങ്ങൾക്കിടയിൽ വലിയ പിന്നെ ഇലക്ഷനിൽ ഇതാകല് കോൺഗ്രസ് നല്ല രീതിയിൽ തോറ്റിട്ട് എന്ത് ചെയ്തു, ജനതാ പാർട്ടി എന്ത് ചെയ്തു, അധികാരത്തിലെത്തുകയും മൊറാർജി ദേശായി ഉണ്ട്. അങ്ങനെയാണ് മൊറാർജി ദേശായി ഗവൺമെന്റ് ഇന്ത്യയിൽ വന്നത്. അപ്പൊ മനസ്സിലായല്ലോ എമർജൻസി. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, എന്തൊക്കെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അതിനുണ്ടായ പ്രധാനപ്പെട്ട റീസൺ എങ്ങനെയാണ്, അലഹബാദ് ഹൈക്കോടതിയിൽ ഉണ്ടായ ആ വിധിയാണ്, രാജ്നാരായൺ കൊടുത്ത ആ വിധി. ഇതിൽ ഇന്ദിരാഗാന്ധിനെ അയോഗ്യനാക്കണം, MP ആണ്. അതാണ് അടിയന്തരാവസ്ഥക്ക് ഉണ്ടായത്. അടിയന്തരാവസ്ഥ ഉണ്ടായ പ്രധാനപ്പെട്ട അധികാരം ഫുള്ള് കേന്ദ്രത്തിലേക്കായി. പിന്നെ സിവിൽ ലിബർട്ടി സപ്രഷൻ ഉണ്ടായി, അതേപോലെ പൗരങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു. ഇത്രയും കാര്യങ്ങളാണ് അടിയന്തരാവസ്ഥയിൽ ഉള്ളത്. ഇനി നമുക്ക് ഈ പാഠത്തിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് മൂവ്മെന്റുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്ന് ബാക്ക്വേർഡ് മൂവ്മെന്റ്, ദളിത് മൂവ്മെന്റ്, വുമൻസ് മൂവ്മെന്റ്, എൻവയോൺമെന്റൽ മൂവ്മെന്റ്, പെസന്റ് മൂവ്മെന്റ്, റൈറ്റ് ഇൻഫോർമേഷൻ മൂവ്മെന്റ്, റീജിയണൽ മൂവ്മെന്റ്, സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ്. അങ്ങനെ ഒരുപാട് മൂവ്മെന്റുകളാണ് ഈ പാഠത്തിൽ ജനാധിപത്യം സംരക്ഷിക്കാനും ജനാധിപത്യത്തിന്റെ എന്തൊക്കെ പ്രൊട്ടസ്റ്റുകളാണ് നേരിടേണ്ടി വന്നത് എന്നുള്ളതൊക്കെയാണ് ഇനി അടുത്തതായിട്ട് പോപ്പുലർ ആയിട്ടുള്ള മൂവ്മെന്റുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തതാണ് ബാക്ക്വേർഡ് മൂവ്മെന്റ്. എന്താണ് ബാക്ക്വേർഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന പിന്നോക്ക വർഗ മൂവ്മെന്റ് എന്ന് പറയും. പിന്നോക്ക വിഭാഗ പ്രസ്ഥാനം എന്ന് പറയും. പിന്നോക്ക വിഭാഗ പ്രസ്ഥാനം, ബാക്ക്വേർഡ് ക്ലാസ് മൂവ്മെന്റ്. ഈ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത് ആരാണ്? ഇവർ SC/ST അല്ല, നോട്ട് ഇൻക്ലൂഡഡ് ഇൻ SC/ST. പക്ഷെ ഇവരെന്താണ് അതില് പ്രധാനമായിട്ടും ഇതില് ബാക്ക്വേർഡ് സോഷ്യലിയും ഹിന്ദുക്കളിൽ തന്നെ സോഷ്യലി ആയിട്ടും ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളെയാണ് എന്ത് പറയാ, സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന, ഇവർ SC/ST അല്ല, സാമൂഹികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് എന്ത് പറയാ OBC എന്ന് പറയുന്നത്. മനസ്സിലായോ? OBC. ഇവർക്ക് എന്താണ് വെച്ചാല് ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇതിനു വേണ്ടിയിട്ടും ഗവൺമെന്റ് എന്ത് ചെയ്തു, കുറച്ച് കമ്മീഷനുകളെ ഏർപ്പെടാം. അതിൽ 1953 കൊണ്ടുവന്ന ഒരു കമ്മീഷനാണ് ഇത്, കാക്ക കലേക്കർ കമ്മീഷൻ. ഏതാണ്? കാക്ക കലേക്കർ കമ്മീഷൻ. എന്തിനാ വെച്ചാല് ഇത് OBC ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളുടെ ബാക്ക്വേർഡ്നെസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. ഈ റെക്കമെൻഡേഷൻ എന്താണ്, പക്ഷെ ഇത് കമ്മീഷൻ ഫോം ചെയ്തു, അദ്ദേഹം റെക്കമെൻഡേഷൻ സബ്മിറ്റ് ചെയ്യപ്പെട്ടു, പക്ഷെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടില്ല. ഒന്നാം പിന്നോക്ക കമ്മീഷനാണ് ഇത്, കാക്ക കലേക്കർ. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു 1 വേർഡ് ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഇന്ത്യയിലെ ഒന്നാമത്തെ പിന്നോക്ക കമ്മീഷൻ, ബാക്ക്വേർഡ് കമ്മീഷൻ ഏതാണ്? കാക്ക കലേക്കർ കമ്മീഷനാണ്. ഇനി 1979 സെക്കൻഡ് ബാക്ക്വേർഡ് കമ്മീഷൻ എന്താണ് രൂപീകരിച്ചു. അതിനെന്താണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത് ഞാൻ പറഞ്ഞു മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് ആണ്. അപ്പൊ ഈ മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് അത് ഇതാക്കിയത് മണ്ഡൽ കമ്മീഷൻ എന്നാണ് അത് പറയുക. മണ്ഡൽ കമ്മീഷൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കമ്മീഷൻ കൂടിയാണ്. ഈ മണ്ഡൽ കമ്മീഷൻ, BP മണ്ഡൽ എന്ന് പറയുന്നത് അയാൾ അതിന് ചെയർമാൻ, അതുകൊണ്ട് അയാളെ പേരാണ് കാക്ക കലേക്കർ. അയാളെ പേര് ഏതാണോ കമ്മീഷൻ അത് അദ്ദേഹത്തിന്റെ പേരാണ് സാധാരണ ഇടുക. അപ്പൊ BP മണ്ഡൽ എന്ത് ചെയ്തു, കമ്മീഷന്റെ ചെയർമാൻ ആവുകയും അത് 1979 എന്താണ് ബാക്ക്വേർഡ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ ആണ് 1980 മണ്ഡൽ കമ്മീഷന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 27% OBCകൾക്ക് ഗവൺമെന്റ് ജോബില് റിസർവേഷൻ കൊടുക്കണം, സംവരണം കൊടുക്കണം എന്നാണ് മണ്ഡൽ കമ്മീഷന്റെ ഒന്നാമത്തെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നത്. 27% കേട്ടോ, 27%. ആ നമ്പർ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് നോക്കുക. 27% റിസർവേഷൻ കൊടുക്കണം. ഇത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോ എന്താണ്
ദ ഇംപ്ലിമെന്റേഷൻ സെക്യൂർഡ് വെൽഫെയർ. അപ്പോ ഇത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതാക്കി. പക്ഷെ അതെന്താണ്, നടപ്പിലാക്കുകയാണ് ഗവൺമെന്റ്. കോടതി അത് അംഗീകരിച്ചു. മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കുക. 27% അവർക്ക് എന്താണ് ഇത് മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭൂരിപക്ഷ സമുദായത്തിൽ, ഭൂരിപക്ഷ വിഭാഗത്തിൽ ഒരുപാട് ആളുകൾ ആത്മഹത്യ, അങ്ങനെ ഒരുപാട് പ്രൊട്ടസ്റ്റുകളൊക്കെ ചെയ്തു. പക്ഷെ അത് നടപ്പിലാക്കി. പിന്നെ എന്താണ് അതിലൊരു ഇതിന് ശേഷം OBCകൾ എന്താണ്, OBC ലെവലില് ബാക്ക്വേർഡ് ക്ലാസ്സുകളിൽ എന്താണ് ഒരുപാട് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സുകളൊക്കെ ഉണ്ടായി. അതാണ് ജനതാദൾ. പിന്നെ ഇപ്പോ റിസർവേഷൻ എന്താണ്, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഇത്ര ശതമാനം ജോലി സംവരണം ചെയ്യപ്പെടുക എന്നുള്ളതാണ് റിസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 2 പ്രധാനപ്പെട്ട കമ്മീഷനുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് കാക്ക കലേക്കർ കമ്മീഷനാണ്. രണ്ടാമത്തേത് ഏതാണ്, മണ്ഡൽ കമ്മീഷനാണ്. ഈ മണ്ഡൽ കമ്മീഷൻ എന്താണ് സബ്മിറ്റ് ചെയ്തത്, എന്താണ് 27% റിസർവേഷൻ വേണം എന്നുള്ളത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടു. അത് നടപ്പിലാക്കുകയും ചെയ്തു. VP സിംഗ് ഗവൺമെന്റ് അതെന്താണ് പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ഒക്കെയാണ് ചെയ്തത്. അപ്പോ ഇതാണ് മണ്ഡൽ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഇത്. അപ്പൊ ഇത് ബാക്ക്വേർഡ് ക്ലാസ് മൂവ്മെന്റ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് ദളിത് മൂവ്മെന്റ് ആണ്. ദളിത് മൂവ്മെന്റ്. ഇപ്പൊ ദളിത് വിഭാഗക്കാർ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ഇത് ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ദളിത്സ് എന്ന് പറയുന്നത്. Despite constitutional reservation, Dalit communities in India remained marginalized society. ഇപ്പോഴും ദളിത്സ് എന്താണ് മാർജിനലൈസ് ചെയ്യാണ്. സോഷ്യലി, പൊളിറ്റിക്കലി, എക്കണോമിക്കലി എന്താണ് ഇപ്പോഴും എന്താണ് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട ഒരു വിഭാഗമായിരുന്നു ദളിത്. ഇവരുടെ പ്രധാനപ്പെട്ട ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടന ഉണ്ടാക്കിയ BR അംബേദ്കർ ആണ്. BR അംബേദ്കർ ഫോം ചെയ്ത BR അംബേദ്കറിന്റെ ഐഡിയകളാണ്. അദ്ദേഹം ഒരു ദളിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മഹർജാതിയിൽപ്പെട്ട ഒരു ദളിതനായ അദ്ദേഹത്തിനും ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ പണ്ട് കാലത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ഇവരുടെ ദളിത് മൂവ്മെന്റ്സിന്റെ അതില് പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് ദളിത് പാന്തേഴ്സ്. പരീക്ഷയ്ക്ക് ചോദിക്കും. 1972 മഹാരാഷ്ട്രയിലാണ് അല്ലെ, മഹാരാഷ്ട്രയിലാണ് ഇതുണ്ട്. ഇതൊരു നഗര യൂത്ത് മൂവ്മെന്റ് ആയിരുന്നു. ഒരു നഗര യുവാക്കളുടെ ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഇതെന്തിനാന്ന് വെച്ചാല് അഗ്രസീവ് റെസിസ്റ്റന്റ് ആൻഡ് കൾച്ചറൽ പ്രോഗ്രാം പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. കാസ്റ്റ് ജാതീയതക്കെതിരെ, അതുപോലെ തന്നെ പോലീസുകാരുടെ ബ്രൂട്ടാലിറ്റി, പോലീസുകാർ വരെ ഉപദ്രവിക്കുകയാണ്. ഇതിനൊക്കെ എതിരെയാണ് എന്ത് ദളിത് പാന്തേഴ്സ് 1972 മഹാരാഷ്ട്രയില് രൂപീകരിച്ചത്. പിന്നെ BMCF ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഘടന പോലെ ഇതാക്കി. ഇത് SC ST OBC ന്യൂനപക്ഷങ്ങളുടെ ഒരു എല്ലാവരുടെയും ഒരു ജോയിന്റ് ആയിട്ടുള്ള ആരൊക്കെയാണ് ഇതില് SC ഉണ്ട്, ST പട്ടികവർഗക്കാരും ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക്വേർഡ് ആയിട്ടുള്ളത്, അതുപോലെ ന്യൂനപക്ഷങ്ങൾ മുസ്ലിംസ്, സിഖ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സംഘടനയാണ് BMCF. അല്ലെങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ ചോദിക്കൂട്ടോ, ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ എന്നാണ് ഉള്ളത്. അപ്പോ ഇവരുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ. ഇതാണ് ഇവരുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഈ BMCFന്റെ ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന് പറയുന്നത് ആണ് ഇവരുടെ ഫുൾ ഫോം. ഇവര് പിന്നീട് ഈ സംഘടന എന്ത് ചെയ്യാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ട് ഫോം ചെയ്യാണ്. BSP ബഹുജൻ സമാജ് പാർട്ടി. അത് ഉണ്ടാക്കിയത് ആരാണ്, കൻഷി റാം എന്ന് പറയുന്ന ആളാണ് അത് ഉണ്ടാക്കിയത്. അത് ഫോം ചെയ്തത് UP അതിന്റെ പ്രധാനപ്പെട്ട. ഇപ്പൊ ഇന്ത്യയിൽ മൊത്തത്തിലും ആ പാർട്ടി ഉണ്ട്, പക്ഷെ ഇപ്പൊ ക്ഷയിച്ചു പോയി. ഇതാണെങ്കിലും പണ്ട് കാലത്ത് അത് വലിയൊരു ശക്തിയാണ്. UP അധികാരത്തിലിരുന്ന ഒരു പാർട്ടിയാണ് BSP എന്ന് പറയുന്നത്, ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്ന BSP. ഏതാണ് BSP? അത് ഇത് ചെയ്തത് അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ആരാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്? കാൻഷി റാം എന്ന് പറയുന്ന ഇതാണ്. ഇത് പ്രധാനമായിട്ടും ഉത്തർപ്രദേശിലാണ് എന്ത് ഇത് പ്രധാനമായിട്ടും ഉള്ള ഒരു ഇത് പറയുന്നത്. അപ്പോ DMCF എന്ന് പറയുന്ന സംഘടന പിന്നീട് ഏത് പാർട്ടി ആയിട്ടാണ് മാറിയത് ചോദിച്ചാല് BSP, ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ചിഹ്ന ആനയുണ്ടോ? ആന ജസ്റ്റ് ഞാൻ വെറുതെ വന്നുള്ളൂ. ആന, എലഫന്റ്. UP-യിലൊക്കെ അധികാരത്തിൽ വരുന്ന ഒരു പാർട്ടി ആയിരുന്നു അവര്, ഈ പാർട്ടി BSP എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിക്കാൻ പറഞ്ഞുള്ളൂ. അപ്പോ ദളിത് മൂവ്മെന്റ്സില് ദളിത് പാന്തേഴ്സ് 1972 മഹാരാഷ്ട്രയിലാണ് കേട്ടോ ഇത് ഉടലെടുത്തത്. ഇത് ഈ ബഹുജൻ സമാജ് പാർട്ടി UP-യിലാണ്. അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ ഒന്ന് ഓർത്തുക. ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന് പറയുന്ന അതിന്റെ എക്സ്പാൻഷൻ. പണ്ട് പരീക്ഷക്ക് ഇപ്പൊ പഴയ SLC പേപ്പറിൽ ഇങ്ങനെ ഒരു ഫുൾ ഫോം ഒക്കെ ചോദിച്ചിന്, അങ്ങനെ ഇത്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ മാറി, എന്നാലും ഒന്ന് ജസ്റ്റ് വൺ വേർഡ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കാം. അടുത്തത് ഇപ്പൊ നമ്മള് ദളിത് മൂവ്മെന്റും പഠിച്ചു, അതുപോലെ തന്നെ ഇതും പഠിച്ചു, അതുപോലെ ബാക്ക്വേർഡ് മൂവ്മെന്റ്. ഇനി നമ്മളെ സ്ത്രീകളുടെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്, സ്ത്രീകളുടെ മൂവ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്, ആന്റി അരാക്ക് മൂവ്മെന്റ്. ഏതാണ് ആന്റി അരാക്ക് മൂവ്മെന്റ്? ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ഏതാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം? മലയാളത്തിലാകാൻ കേട്ടോ. ആന്റി അരാക്ക്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്നാണ് പറയുന്നത്. എമേർജ്ഡ് ഇൻ ദ നെല്ലൂർ ഡിസ്ട്രിക്ട്. എവിടെയാണ് എമേർജ്ഡ് ഇൻ ദ നെല്ലൂർ ഡിസ്ട്രിക്ട്? എവിടെയാണ്? നെല്ലൂർ ഡിസ്ട്രിക്ട് ആണ്, ആന്ധ്രാപ്രദേശിലാണ് ഇത് രൂപം കൊണ്ടത്. എവിടെ? ദളിത്. അപ്പൊ ദളിത് പാന്തേഴ്സ് മഹാരാഷ്ട്രയിൽ കേട്ടോ, അത് മറക്കണ്ട. അപ്പൊ ഇതെവിടെയാണെന്ന് വെച്ചാല് എമേർജ്ഡ് ഇൻ ദ നെല്ലൂർ ഡിസ്ട്രിക്ട്, ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇത് പിന്നീട് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഇത് വ്യാപിക്കുകയും ചെയ്തു. ഇതെന്തിനാന്ന് വെച്ചാല് ഈ അരാക്ക് ചാരായത്തിനെതിരായിട്ടാണ് ഇത്. ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ചാരായത്തിനെതിരാണ്. അപ്പൊ ഈ വിവാഹം ചെയ്ത സ്ത്രീകളാണ് ഇതിന് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത്. അപ്പൊ അവര് ചാരായം കുടിച്ചു വരും. ഈ ചാരായം കുടിച്ചു വന്നിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കാൻ തുടങ്ങും. അപ്പൊ അതിനൊക്കെ എതിരായിട്ട് ഇവർ ഉണ്ടാക്കിയൊരു നെല്ലൂരിൽ, ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. അരാക്ക് ലോക്കൽ റിക്വർ അല്ലെങ്കിൽ ലോക്കൽ റിക്വർ ആണ് ഈ ചാരായം എന്ന് പറയുന്നത്. ചാരായം ഇപ്പൊ കേരളത്തിലൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇറ്റ് കോസ്ഡ് സോഷ്യൽ എക്കണോമിക് റൂയിൻ ആൻഡ് ഇൻക്രീസ്ഡ് ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൻ. ഗാർഹികമായിട്ടുള്ള പീഡനം. ഇവരിതൊക്കെ കുടിച്ചു വന്നിട്ട്, പുരുഷന്മാര് കുടിച്ചു വന്നിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോ ഇതിനെതിരായിട്ട് തൗസൻഡ്സ് ഓഫ് വുമൺ എന്ത് ചെയ്തു? ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യപ്പെട്ടു, ഇതാക്കുകയും ചെയ്തു. സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് സോഷ്യൽ അവയർനെസ്. എന്ത് ചെയ്യപ്പെട്ടു? സോഷ്യൽ ആയിട്ടുള്ള അവയർനെസ് എന്താണ് ഇതിലൂടെ കൊടുത്തു. ലേറ്റർ എക്സ്പാൻഡഡ് ഇറ്റ് ഫോക്കസ് സെക്ഷൽ ഹറാസ്മെന്റ് ആൻഡ് ജെൻഡർ. പിന്നീട് ഇത് ഫോക്കസ് ചെയ്തത് ലൈംഗികമായിട്ടുള്ള പീഡനത്തിനും അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷനും, അതായത് ലിംഗപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷനും എതിരെ ഇവരെന്താണ് പോരാടി എന്നാണ് ഇത് ആന്റി അരാക്ക് മൂവ്മെന്റ്. അപ്പൊ ഇത് സ്ത്രീകളാണ് നയിച്ചിരുന്നത്. വുമൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാരായ വിരുദ്ധ പ്രസ്ഥാനം ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് ഇത് ഉടലെടുത്തത്. അപ്പൊ ഇവര് പിന്നീട് അത് ഇതാക്കിയ ജെൻഡർ ഡിസ്ക്രിമിനേഷനോ അതുപോലെ തന്നെ സെക്ഷൽ ഹറാസ്മെന്റിനും ഒക്കെ എതിരായിട്ട് ഇവര് അതിന് പോരാടാൻ വേണ്ടിയിട്ട് താങ്ങി. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? നിർഭയ മൂവ്മെന്റ്. ഏതാണ് നിർഭയ മൂവ്മെന്റ്? 2000 ഇപ്പൊ ഒരു സമകാലിക ഒരു 13 വർഷം മുമ്പ് ഇതായതാണ് നിർഭയ മൂവ്മെന്റ്. പലരും ഈ പേര് കേട്ടിട്ടുണ്ടാവും, നിർഭയ എന്നുള്ളത്. എന്താണ് നിർഭയ എന്ന പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്നുള്ളത് വളരെ ഒരു ട്രാജിക് സ്റ്റോറിയാണിത്. അപ്പൊ ഒരു കഥരൂപത്തില് 2012 ഈ കുട്ടി ഇതിലേക്ക് ഡൽഹിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു 6 ആളുകൾ വന്നിട്ട് ഈ കുട്ടിയെ നിർഭയ എന്ന് പറയുന്ന കുട്ടിയെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യുന്ന ഒരു റേപ്പ് ചെയ്യപ്പെടുകയും ആ കുട്ടിയെ
റേപ്പ് ചെയ്യപ്പെട്ട് പിന്നീട് ആ കുട്ടി മരണത്തിന് ഇരയാകുകയാണ് ചെയ്തത്. ഒരു ബസ്സിലാണ് ഇവർ ഈ 6 ആൾക്കാർ ഈ ക്രൈം നടത്തിയത് എന്നുള്ളതാണ്. ഡൽഹിയിൽ എന്താണ് ഇതില് വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭം. അന്ന് UPA ഗവൺമെന്റ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ UPA ഗവൺമെന്റ് ആണ് അന്ന് ഭരിച്ചിരുന്നത്. UPA ഗവൺമെന്റിനെതിരെ വലിയ തോതിൽ ഡൽഹിയിലെ പാർലമെന്റിലും അതുപോലെ തന്നെ ഇവിടെ പാർലമെന്റിലും രാഷ്ട്രപതി ഡൽഹി അങ്ങോട്ട് ആകെ കത്തി. ഒരു വിദ്യാർത്ഥിയാണ് ഇത് മരണപ്പെട്ടത്. വിദ്യാർത്ഥിയാണ് ഈ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഇന്ത്യയിൽ ഈ നിയമം മാറ്റണം, ഇന്ത്യയിൽ ഈ നിയമം വലിയ ഇതിലാണെന്നുള്ളതൊക്കെ തീർച്ചയാണ് പ്രശ്നം. പിന്നെ ആ 6 ആൾക്കാർ പിടികൂടുകയും ചെയ്തു. അപ്പൊ പിടികൂടിയിട്ട് എന്ത് ചെയ്തു, ഇവരെന്താണ് സ്ട്രോങ് ലീഗൽ ആക്ഷന് വിധേയരാക്കുകയും ഫാസ്റ്റർ ലീഗൽ, ഒരാൾ കൊന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ജുഡീഷ്യറി ഒരുപാട് കാലം എടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുക, ഈ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ ഇതൊക്കെ പാസ്സായി വിധിയൊക്കെ ആയിട്ട് ഈ ആൾക്കെന്താണ് നീതി കിട്ടുക. അപ്പൊ ഇത് പരിഹരിക്കാനായിട്ട് ലീഗൽ ആക്ഷനും ഫാസ്റ്റർ ലീഗൽ പണിഷ്മെന്റ്, അതുപോലെ തന്നെ സെക്ഷൽ ആയിട്ടുള്ള അബ്യൂസിന് വലിയ ശക്തമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്തത്, ഈ വലിയ പ്രക്ഷോഭം. ഇതിന് പ്രധാനമായിട്ടും വിദ്യാർത്ഥികളാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. അപ്പോ ഇതിന്റെ റിസൾട്ട് ആയിട്ട് 2013 ഇന്ത്യൻ ക്രിമിനൽ ലോ അമെൻഡ് ചെയ്യപ്പെടുകയും ഇതാകാൻ ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകൾ സ്ഥാപിക്കാനും ഈ അമെന്റ്മെന്റിലൂടെ സ്ഥാപിച്ചു. അപ്പൊ ഇതൊരു വലിയൊരു മൂവ്മെന്റ് ആണ്. UPAക്ക് 2014 അധികാരം നഷ്ടപ്പെടാനിടയായ ഒരു സംഭവം കൂടിയാണ് നിർഭയ കേസ് എന്ന് പറയുന്നത്. വലിയ തരത്തിൽ വിദ്യാർത്ഥികളും എല്ലാവരും ഗവൺമെന്റിനെതിരാകുകയും ചെയ്തു. പക്ഷെ ഇതാവുകയും 2020 ഈ പ്രതികളെയൊക്കെ തൂക്കിലേറ്റുകയും ചെയ്തു ആണ്. ഇവർക്ക് ശിക്ഷ നീതി ഈ കുട്ടി നിർഭയ എന്ന് പറയുന്ന ആ സ്ത്രീ കുട്ടി പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ആ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ വലിയ നിർഭയ മൂവ്മെന്റ് ഇപ്പോ ഒരു 13 വർഷം കൊണ്ട് നടന്ന ഒരു മൂവ്മെന്റ് ആണ്. അപ്പോ ഇത് സെക്ഷൽ അബ്യൂസിന് അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള ഇതിന് നിയമം വേഗം തൂക്കിലേറ്റുക, വേഗം ശിക്ഷ വിടുക, പരമാവധി ശിക്ഷ, ഇന്ത്യയിലെ പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് തൂക്കിക്കൊല്ലുക, ആ ശിക്ഷയിലേക്ക് എത്തിക്കുക. അതാണ് നിർഭയ മൂവ്മെന്റ് 2012 ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഫിഷർമാന്റെ മൂവ്മെന്റ് ഏതാണ്? ഫിഷർമാന്റെ മൂവ്മെന്റ് മത്സ്യത്തൊഴിലാളികളുടെ മൂവ്മെന്റ് ആണ്. ഏത്? ഇന്ത്യസ് ഫിഷിംഗ് കമ്മ്യൂണിറ്റി, ദ വേൾഡ് സെക്കൻഡ് ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും സെക്കൻഡ് ആയിട്ട് ഇന്ത്യയിൽ മത്സ്യത്തൊഴിലാളികൾ ഇതുണ്ട്. ഇവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ 1980 ശേഷം നേരിടേണ്ടി വന്നു. അപ്പൊ ഇത് പരിഹരിക്കാനായിട്ട് ഇവിടെ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയും ഫിഷർ വർക്സിനെ കളക്റ്റീവ് നാഷണൽ വൈഡ് ലെഡ് പ്രൊട്ടസ്റ്റ് ആൻഡ് ലീഗൽ ബാൻ, ഫിഷർമാൻസിന്റെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്, ഈ സംഘടന ഇതാക്കിയത്. ഇവരെന്തിനാണ് ഇത് രൂപീകരിച്ചതെന്ന് വെച്ചാൽ, ഈ ഫോറിൻ ആയിട്ടുള്ള കമ്പനികൾക്ക് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു, സെൻട്രൽ ഗവൺമെന്റ് മത്സ്യബന്ധനത്തിനുള്ള ലൈസൻസ് കൊടുത്തു. ഇത് ഇവരുടെ ഇതെന്ത് ചെയ്തു, ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാവുമല്ലോ, ഇവര് ഉപജീവന മാർഗമായിട്ട് കൊണ്ടുനടക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫിഷിംഗ് ഇൻഡസ്ട്രി എന്ത് ചെയ്തു, കോസ്റ്റൽ എൻവയോൺമെന്റിന് ഇതാക്കി. അതായത് ഇവരുടെ യൂസുകളും ഇതൊക്കെ കോസ്റ്റൽ തീരപ്രദേശ പരിസ്ഥിതിയെയും ഇത് മലിനമാക്കുകയും ചെയ്തു. അപ്പോ ഇവരെ വിദേശ ആളുകൾക്ക് ഈ ലൈസൻസ് കൊടുത്തതോട് കൂടിയിട്ട് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മത്സ്യങ്ങളൊക്കെ മത്സ്യബന്ധനം ഇതൊക്കെ ഇതാകാണ് ചെയ്തത്. പിന്നെ ഇത് കേരളത്തിലും വലിയ തോതിൽ അത് ശക്തി പ്രാപിക്കുകയും പിന്നെ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻക്രീസ്ഡ് ദയർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഒരു ജനാധിപത്യ സിസ്റ്റത്തിൽ ഈ മൂവ്മെന്റ് കേരളത്തിലും അത് ഉടലെടുക്കുകയും ചെയ്തു. അപ്പോ ഫിഷർമാന്റെ മൂവ്മെന്റ് ആണ് ഇപ്പോ ഇതുവരെ പറഞ്ഞത്. ഇനി അടുത്തത് എൻവിയോൺമെന്റ് മൂവ്മെന്റ്സ്. ഏതൊക്കെയാണ്? എൻവിയോൺമെന്റ് മൂവ്മെന്റ് ആണ്, പരിസ്ഥിതി ഇതാണ്. അപ്പോ പരിസ്ഥിതി 3 തരത്തിലുള്ള പരിസ്ഥിതി പ്രസ്ഥാനങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്ന്, ചിപ്കോ പ്രസ്ഥാനം. ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം. ഈ ചിപ്കോ പ്രസ്ഥാനത്തിലെ
ഉണ്ടായത് ഉത്തരാഖണ്ഡിലാണ് ഇത് നടന്നു വന്നത്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഹിമാചൽ പ്രദേശത്തിൽ നിന്ന് വ്യവസായങ്ങൾക്കായി വൻതോതിൽ വൃക്ഷങ്ങൾ മുറിക്കുന്നതിനെ എതിർത്തു. ഇവരെന്താ ചെയ്തത് വെച്ചാല് ഉത്തരാഖണ്ഡിൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഹിമാലയൻ പ്രദേശങ്ങളിൽ മരം മുറിക്കാൻ ഒരു സ്പോർട്സ് കമ്പനിക്ക് ലൈസൻസ് കൊടുക്കുകയാണ് ചെയ്തത്. ലൈസൻസ് കൊടുക്കും, അത് ജനങ്ങളെ അഫക്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ എന്താണ്, തദ്ദേശ ജനങ്ങൾക്ക്, അതായത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾക്ക് ഒരുപാട് അവരുടെ വനത്തിലുള്ള അവകാശങ്ങളൊക്കെ അത് ലംഘിക്കപ്പെട്ടു. കാരണം ഇവർക്ക് വിറക് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഇവര് മരം മുറിക്കുന്നതോട് കൂടിയിട്ട് എന്തായി, ഇവരെന്ത് ചെയ്തു, അത് അഫക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ മരം മുറിക്കുന്നതിനെതിരെ തദ്ദേശീയരെ, അവിടുത്തെ ഹിമാലയൻ ജനത എന്ത് ചെയ്തു? ശക്തമായിട്ട് പോരാടി. അതിൽ ഏറ്റവും കൂടുതലായിട്ട് പങ്കെടുത്തത് എന്ന് പറയുന്നത് സ്ത്രീകളായിരുന്നു. സ്ത്രീകളാണ് നേതൃത്വം കൊടുത്തിരുന്നത്. പിന്നെ ഇവര് മരം മുറിക്കാൻ വന്നപ്പോ സ്ത്രീകൾ എന്ത് ചെയ്തു? മരത്തിനെ എന്ത് ചെയ്തു? കെട്ടിപിടിച്ചു നിന്നുകാണ്ട് അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഇവരെന്താ, ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇവരെ ലൈസൻസ് ആർക്ക് കൊടുത്തു? ഒരു സ്പോർട്സ് കമ്പനി കൊടുത്തു മരം മുറിക്കാനില്ല. മരം മുറിച്ചപ്പോ അവിടുത്തെ ജനങ്ങൾക്ക് അത് അവരുടെ വിറക് അങ്ങനത്തെ പലതരം, അവർ കാടിനെ സംരക്ഷിക്കുന്നവര്, അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? മരങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് സമരം ചെയ്തു. ആലിംഗനം ചെയ്തിട്ടാണ് അവര് സമരം ചെയ്തത്. അപ്പോ ഈ വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്തിട്ടുള്ള സമര രീതിയാണ് ഇത് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. അടുത്തത് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നാണ്. ഇത് നർമ്മദാ നദിയിലാണ് ഇത് രൂപപ്പെട്ട ഒരു പ്രസ്ഥാനാണ്. ഗോത്രവർഗക്കാരെ ഇവരെന്ത് ചെയ്തു? കുടിയൊഴിപ്പിച്ചതിനെതിരെയാണ് ഈ പ്രസ്ഥാനം രൂപീകരിച്ചത്. അതുപോലെ തന്നെ തദ്ദേശീയരായ ജനതയുടെ ജീവന്റെ ഉപാധികൾ സംരക്ഷിക്കാനാണ്. അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ ജീവനോപാധികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതാക്കി. അതുപോലെ തന്നെ നീതിപൂർവമല്ലാത്ത കുടിയൊഴിപ്പിക്കലിന് പുനരധിവാസത്തിനും എതിരായി നിലകൊണ്ടു. അതായത് നീതിയില്ലാത്ത കുടിയൊഴിപ്പിക്കലിന് എന്ത് ചെയ്തു? അവര് ചോദ്യം ചെയ്യപ്പെട്ടു. ഇതിന് നേതൃത്വം നൽകിയത് മേധാ പട്കർ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഇതാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. സൈലന്റ് വാലിയിലെ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതികൾക്കെതിരെയാണ് ഈ പ്രസ്ഥാനം. അതായത് സൈലന്റ് വാലിയിൽ ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കി. അപ്പോൾ ആ പദ്ധതിക്കെതിരെയാണ്, അതായത് അത് അവിടുത്തെ പരിസ്ഥിതിയെ, ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവര് ഇത് ഉണ്ടായതോട് ആ അണക്കെട്ട് അല്ലെങ്കിൽ ആ ജലവൈദ്യുത പദ്ധതി ഉണ്ടാവുമ്പോൾ അവരെന്ത് ചെയ്യും? ആ ജൈവ വൈവിധ്യം നഷ്ടമാവുമെന്ന് അവർ ഭയപ്പെട്ടു. പിന്നെ ഈ ഒരു വലിയ പ്രക്ഷോഭത്തെ തുടർന്നിട്ടാണ് സൈലന്റ് വാലി പ്രക്ഷോഭം. സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. പിന്നെ അതൊരു നാഷണൽ പാർക്കായിട്ട് ഇപ്പോഴും സൈലന്റ് വാലി ഒരു നിത്യഹരിത വനാണ്. അതിപ്പോ ഒരു നാഷണൽ പാർക്കായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്തു. അടുത്തത് ഇതിന്റെ ഒക്കെ കീഴിലായിട്ട് 3 നിയമങ്ങൾ, എൻവിയോൺമെന്റൽ മൂവ്മെന്റിന്റെ 3 നിയമങ്ങൾ ഇതാക്കി. അതുപോലെ ഒന്നാണ് ജൈവ വൈവിധ്യ നിയമം, ബയോഡൈവേഴ്സിറ്റി ലോ. അതുപോലെ തന്നെ 2006 പട്ടികവർഗക്കാരെ, ഷെഡ്യൂൾഡ് ട്രൈബിന്റെ പരമ്പരാഗത വനവാസികളുടെ അവകാശങ്ങൾ തിരിച്ചറിയാൻ നിയമം കൊണ്ടുവന്നു. അതുപോലെ തന്നെ 2013 ഭൂമി ഏറ്റെടുക്കൽ പുനരുദ്ധാരണ ന്യായമായ നഷ്ടപരിഹാരം. ഇപ്പൊ ഒരാളെ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവര് ഈ നിയമം 2013 ഈ നിയമം ഇതാക്കി. അപ്പൊ എൻവിയോൺമെന്റൽ മൂവ്മെന്റ്സിന്റെ ഇമ്പാക്റ്റുകളാണ് ഈ 3 നിയമം എന്ന് പറയുന്നത്. ഇനി പെസന്റ് മൂവ്മെന്റ്, അതുപോലെ തന്നെ കാർഷിക പ്രക്ഷോഭങ്ങള് ഏതൊക്കെയാണെന്നുള്ളത്. ഗ്രീൻ റവല്യൂഷന് ഇന്ത്യയിൽ വലിയ തോതിൽ കാർഷിക മേഖലയിൽ വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ലിബറലൈസേഷൻ 1990കളിലൊക്കെ സ്വകാര്യവൽക്കരണ നിയമം വന്നു, ലിബറലൈസേഷൻ പോളിസി. ആ ലിബറലൈസേഷൻ പോളിസിയിൽ എന്ത് ചെയ്തു? അഗ്രികൾച്ചർ സെക്ടറിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇത് ഇമ്പാക്റ്റഡ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് അഗ്രികൾച്ചർ. ഇവരെ അഗ്രികൾച്ചറിലൊക്കെ പ്രൊഡക്ഷനിലൊക്കെ ഇമ്പാക്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ വേരിയസ് റീജിയണൽ ഓർഗനൈസേഷൻ എമേർജ്ഡ് ടു മൊബിലൈസ്ഡ്. ഇവരെ സംരക്ഷിക്കാൻ, ഈ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കുറച്ച് സംഘടനകൾ രൂപീകരിച്ചു.
ഒന്ന് ഭാരതീയ കിസാൻ യൂണിയൻ ആണ്. ഇത് UP യിലാണ് രൂപീകരിച്ചത്. അതുപോലെ തന്നെ ഷേത്കാരി സംഘടന അത് മഹാരാഷ്ട്രയിലാണ് ഇത് രൂപീകരിച്ചത്. അതുപോലെ തന്നെ റൈത സംഘ കർണാടകയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് ഇന്ത്യയിലുണ്ടായ അഗ്രികൾച്ചറൽ പ്രശ്നങ്ങൾ, കാർഷിക നിയമങ്ങളും കാർഷിക ബില്ലുകളൊക്കെ ഉണ്ടായി. ഈ കാർഷിക ബില്ലിൽ സംയുക്ത കിസാൻ മോർച്ച SKS സംയുക്ത കിസാൻ മോർച്ച എന്ന സംഘടനയും രൂപീകരിച്ചു. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇത് റൈറ്റ് ടു ഇൻഫോർമേഷൻ, വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. വിവരങ്ങൾ അറിയാൻ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് രൂപീകരിച്ചത് 2005. ഈ നിയമം നിലവിൽ വന്നത് 2005 UPA ഗവൺമെന്റ് ആണ് ഇത് ഇതാക്കിയത്. അതായത് ജനങ്ങളുടെ പദ്ധതികളുടെയും ഇതൊക്കെ വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉണ്ടാവും. ഇപ്പൊ ഒരു റോഡിന്റെ പദ്ധതി, അതിലെന്തൊക്കെ നടന്നു, എത്ര ചെലവ്, അതൊരു പൗരന് അറിയാൻ അവകാശം ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ളതാണ് ഇത് കൊണ്ടുവന്ന സംഘടന. ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടിട്ടുണ്ട്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ MKSS രാജസ്ഥാനിലാണ്. ഈ സംഘടനയുടെ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. പിന്നെ എന്താ വെച്ചാല് ഇതൊരു ഭീം തഹസിൽ, അതായത് ഒരു അവിടുത്തെ ഒരു ഫണ്ട് അലോക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായ ചോദ്യം ചെയ്യലിലാണ് ഈ സംഘടന രൂപീകരിച്ചത് എന്നുള്ളതാണ്. സ്കൂളുകളും ഡാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഫണ്ടുകൾ എങ്ങനെയൊക്കെ ചെലവഴിക്കാൻ അവകാശം, അതിന് പോരാടിയിട്ടാണ് ഇത്തരത്തിൽ ഗവൺമെന്റ് ഇതായത്. അപ്പോൾ ഒരു പൗരന് ഇപ്പൊ നിങ്ങൾക്കും വിവരാവകാശം കൊടുക്കാം. ആർക്കും ആണെങ്കിലും ഒരു പദ്ധതി, നിങ്ങളുടെ നാട്ടിലൊരു റോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അതോറിറ്റിക്ക് അവകാശം കൊടുക്കും. ഒരു പൗരനെ ഒരു വിവരം അറിയാനുള്ള അവകാശമുണ്ട്. അത് 2005 ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഇത് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. ഇനി കുറച്ച് റീജിയണൽ മൂവ്മെന്റ്സ്, കുറച്ച് പ്രദേശങ്ങളിൽ ഒതുങ്ങിക്കൂടിയ ചില മൂവ്മെന്റുകൾ ഉണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതുപോലെ ഒന്നാണ് ദ്രവീഡിയൻ മൂവ്മെന്റ്. ഏതാണ്? ദ്രാവിഡ രാഷ്ട്രം അല്ലെങ്കിൽ ദ്രാവിഡ ഇത് നമ്മളെ തൊട്ടടുത്തുള്ള നമ്മളെ സ്വന്തമായ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നടന്ന ഇതാണ്. അതായത് ഇത് തമിഴ്നാട്ടിലാണ് ഇതുണ്ടായത്. ദ്രവീഡിയൻ കൾച്ചർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്രാഹ്മണ മേധാവിത്വം ഏറ്റവും ബ്രാഹ്മണന്മാരുടെ മേധാവിത്വം അയക്കാനും ജാതി മേൽക്കോയ്മ അയക്കാനും EV രാമസ്വാമി നായ്ക്കർ, അയാൾ അറിയപ്പെടുന്ന പേര് പെരിയാറാണ്. അദ്ദേഹം കൊണ്ടുവന്ന മൂവ്മെന്റ് ആണ് ഇത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, സ്വയം ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്ന സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്നാണ്. അത് കൊണ്ടുവന്നതാണ് EV രാമസ്വാമി നായ്ക്കർ, പെരിയാറും. ഇപ്പൊ അദ്ദേഹം പിന്നീട് ദ്രാവിഡ മുന്നേറ്റ കഴകം DMK എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയും ഇന്നും തമിഴ്നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് DMK ആണ്. 1967 അധികാരത്തിൽ വരികയാണ് ചെയ്തത് DMK. ഇന്നിപ്പോ MK സ്റ്റാലിൻ എന്ന് പറയുന്ന കരുത്തനായിട്ടുള്ള ഒരു നേതാവാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം ഇപ്പോഴും DMK അവിടെ ഇപ്പോഴും ദ്രാവിഡ രാഷ്ട്രീയമാണ്. അവിടെ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ ഇതാക്കിയതാണ്. അപ്പൊ അതാണ് എവിടെയാണ് ദ്രവീഡിയൻ മൂവ്മെന്റ് എവിടെ വന്നത്? തമിഴ്നാട്ടിൽ. അപ്പൊ മറക്കണ്ട, അത് കൊണ്ടുവന്നത് EV രാമസ്വാമി നായ്ക്കർ. ആന്റി ഇമിഗ്രേഷൻ മൂവ്മെന്റ്, അതായത് ഈ ആന്റി ഇമിഗ്രേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് ഇങ്ങോട്ട് വരുന്ന കുടിയേറ്റ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഇതാക്കുക, അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇതാക്കിയത്. ലിംഗ്വിസ്റ്റിക് ആൻഡ് എത്നിക് ആൻഡ് കൾച്ചറൽ ആൻഡ് എക്കണോമിക് എംപ്ലോയ്മെന്റ് പ്രോബ്ലംസ് അതിന് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ് ഇത് അസാം മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഏതാണ് അസാം മൂവ്മെന്റ്? അതായത് അസാമും ബംഗ്ലാദേശും അടുത്തടുത്താണ് ഇതാക്കുന്നത്. അപ്പൊ അവിടുന്നുള്ള കുടിയേറ്റക്കാരെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് വന്നിട്ട് ആസാമിലെ തദ്ദേശീയരായ ജനങ്ങളെ എന്ത് ചെയ്യാണ് ഇതാകണം. അങ്ങനെ അവിടെ പോവേർട്ടി, എക്കണോമിക് ക്രൈസിസും ലോസ് ഓഫ് എംപ്ലോയ്മെന്റും ആസാമിലെ ജനങ്ങൾക്ക് ഉണ്ടാകാൻ. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മൂവ്മെന്റ് ആണ് ഇത് അസാം മൂവ്മെന്റ്. ഇത് കുടിയേറ്റത്തിനെതിരായിട്ട് ഉണ്ടാക്കിയ ഒരു മൂവ്മെന്റ് ആണ്. അതിലെ പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ് ഇത് അസാം മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി സ്വയം അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ 3 പ്രസ്ഥാനങ്ങളാണ് ഇത്. ഗൂർഖാലാൻഡ് പ്രസ്ഥാനം, അതില് പ്രധാനപ്പെട്ട നേതൃത്വം കൊടുത്ത സംഘടന എന്ന് പറയുന്നത് ഗൂർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ആണ്. ഇത് പശ്ചിമ ബംഗാളില് ഗൂർഖകൾ അറിയില്ലേ, ആ ഗൂർഖകളുടെ വിഭാഗത്തിൽ ഒരു പ്രത്യേകം പശ്ചിമ ബംഗാളില് നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക സംസ്ഥാനമാണ്. ഇതൊരു പ്രാദേശികവാദമാണ്, റീജിയണലിസ്റ്റ് ആണ്. ഇന്ന രാജ്യമാക്കണം, ഇന്ന സംസ്ഥാനമാക്കണം എന്നുള്ളതാണ് അവര് ഇതുള്ളത്. ഇതിന് പരിഹാരമായിട്ട് എന്താണ് ചെയ്തത്? 1988 സ്വയം ഭരണാധികാരമുള്ള ഡാർജിലിംഗ് ഗൂർഖ ഹിൽ കൗൺസിൽ രൂപം കൊണ്ടു. 2012 ഗൂർഖ ഹിൽ കൗൺസിലിന് പകരം ഗൂർഖാലാൻഡ്
ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ രൂപീകരിച്ചു. ഇത്രയാണ് സംസ്ഥാനം ഒന്നും രൂപീകരിച്ചില്ല. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എന്താണ് രൂപീകരിക്കുകയാണ് ചെയ്തത്. അടുത്തത് ജാർഖണ്ഡ് പ്രസ്ഥാനം. ഇത് ജാർഖണ്ഡ് മുക്തി മോർച്ച JMM എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. JMM ഈ JMM ആണ് എന്ത് ഇത് പണ്ട് ജാർഖണ്ഡ് എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ സംസ്ഥാനമാണ്. ബീഹാറിലെ ജാർഖണ്ഡ് മേഖലയില് വിഭജിച്ച് ബീഹാറിൽ നിന്ന് ജാർഖണ്ഡ് വിഭജിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ മൂവ്മെന്റ് ഉണ്ടായത്. അങ്ങനെ 2002 ജാർഖണ്ഡ് രൂപീകരിക്കുകയാണ് ചെയ്തത്. പിന്നെ തെലങ്കാന പ്രസ്ഥാനം. ഇതിപ്പോ നിങ്ങൾക്കറിയാം, തെലങ്കാന രാഷ്ട്ര സമിതി TRS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് കൊണ്ടുവന്നത്. ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ ഇപ്പൊ അവസാനമായിട്ട് രൂപം കൊണ്ടൊരു സംസ്ഥാനമാണ് ഇത് തെലങ്കാന. 2014 ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന ഉണ്ടാകുക. ഇതൊക്കെ സ്വയം അധികാരം ഉണ്ടാകുക, സംസ്ഥാനങ്ങളായി രൂപീകരിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രസ്ഥാനം. അപ്പൊ 3 പ്രസ്ഥാനങ്ങൾ അതൊന്നും ഓർക്കുക: ഗൂർഖാലായത്, ജാർഖണ്ഡ് പ്രസ്ഥാനം, തെലങ്കാന പ്രസ്ഥാനം എന്നിവ ഉള്ളത്. ഇനി സെപ്പറേറ്റ് ലിസ്റ്റ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ വിഘടനവാദം. ഇത് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഇതിൽ ഒന്നാമത്താണ് ഖലിസ്ഥാൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഖലിസ്ഥാൻ മൂവ്മെന്റ് അതായത് പഞ്ചാബ് ഇതെന്താ വെച്ചാല് പഞ്ചാബ് എന്ത് ചെയ്തു? പഞ്ചാബില് ഒരു സ്വയം രാജ്യമാണ്. ഖലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമായി ഇതിനെ മാറ്റണം എന്നാണ് ഇവരുടെ ആവശ്യം. ഖലിസ്ഥാൻ രാഷ്ട്രമായി ഈ പഞ്ചാബ് മാറണം, ഒരു പുതിയ രാജ്യമാണെന്ന് പറഞ്ഞു. അപ്പോ അത് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ അതിന് പരിഹാരമായിട്ട് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? അതിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ബിന്ദ്രൻവാല എന്ന് പറയുന്ന ഒരു നേതാവാണ്. ഇയാളെ പ്രധാനപ്പെട്ടത് നമ്മുടെ സുവർണ ക്ഷേത്രല്ലേ, ഗോൾഡൻ ടെമ്പിൾ ആയിരുന്നു. ഈ ഗോൾഡൻ ടെമ്പിളിലാണ് ഇയാളെ അധിനിവേശം. അപ്പൊ ഇയാളെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം. അതിന് ഇന്ദിരാഗാന്ധി രൂപം കൊണ്ട ഒരു ഓപ്പറേഷനാണ്. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾ കേട്ടില്ലേ? ഇപ്പൊ പാകിസ്ഥാൻക്ക് മിസൈൽ അയച്ചത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? സുവർണ ക്ഷേത്രത്തിലെ ഈ സിഖ് തീവ്രവാദികളെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി അയച്ച ഓപ്പറേഷനാണ് ഇത് സിഖ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇതിലൂടെയും ഗോൾഡൻ ടെമ്പിളിലെ എല്ലാ തീവ്രവാദികളെയും ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് എന്താണ് അടിച്ചമർത്തുകയും ചെയ്തു. പിന്നെ ഇതിന് ശേഷം ഇന്ദിരാഗാന്ധി സിഖിന് പ്രതികാരം ചെയ്തു. 2 സിഖ് അംഗരക്ഷകരുടെ ധിയാൻ സിംഗ്, സദ്വന്ത് സിംഗ് എന്ന് പറയുന്ന 2 സിഖുകാരെന്താണ് ഇന്ദിരാഗാന്ധിയെ ഇതിന് പ്രതികാരം തീർത്ത് വെടിവെച്ചു കൊന്നു. അങ്ങനെയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛനായിട്ടുള്ള രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറുന്നത്. അപ്പൊ ഈ രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? അത് പരിഹരിക്കാനായിട്ട് ലോങ്കോവാൾ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സിഖുകാരുടെ നേതാവുണ്ട്. അയാളുമായിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. അപ്പോ സിഖ് പ്രസ്ഥാനം ഇതിൽ മറക്കേണ്ട ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഓക്കെ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അടുത്തത് സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. എപ്പോഴും ഇന്ത്യയിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് ജമ്മു കാശ്മീർ. ഈ ജമ്മു കാശ്മീരിൽ എപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായതോടെ പാകിസ്ഥാന്റെ അടുത്തേക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ അവിടെ നിലനിന്നിരുന്നു. അതിന് പരിഹാരമായിട്ട് 2019 എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 370 പാസ്സാക്കി. കാശ്മീരിന് എന്ത് ചെയ്യുന്നു? ഒരു ഓട്ടോണമി ഉണ്ടായിരുന്നു, സ്വയം അധികാരം ഉണ്ടായിരുന്നു. അത് എടുത്തു കളഞ്ഞിട്ട് എന്ത് ചെയ്തു? ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് എന്ന് പറയുന്ന 2 യൂണിയൻ ടെറിട്ടറി ആയിട്ട് എന്താണ് ഇവരെ വിഭജിച്ചു. അങ്ങനെ ഇപ്പൊ അവിടെ ഒരു യൂണിയൻ ടെറിട്ടറി ഉണ്ടായിരുന്നു. ഉമർ അബ്ദുള്ള എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പൊ ഇന്ന് കാശ്മീർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാശ്മീരിന് ഒന്ന് ഇതാക്കാനാണ് ഗവൺമെന്റ് എന്താണ് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് കാശ്മീരിനെ സോൾവ് ചെയ്യപ്പെട്ടു. അപ്പൊ ഓക്കെ, 2 സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റുകളാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത്. അടുത്തത് ഇനി 2 വടക്ക് കിഴക്ക് നമ്മളെ നോർത്ത് ഈസ്റ്റ് കൺട്രീസിലെ സപ്ത സഹോദരിമാർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. നോർത്ത് ഈസ്റ്റ് കൺട്രീസിൽ ഇവിടെ ഉണ്ടായ 2 സംഘടനകളാണ് മിസോ നാഷണൽ ഫ്രണ്ട്, MNF. അതിലെ പ്രധാനപ്പെട്ട നേതാവ് ലാൽജൻ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടോ, ചിലപ്പോൾ ഇതിനൊക്കെ ചോദ്യങ്ങൾ വരും. മിസോ ഗോത്രവർഗ്ഗങ്ങൾക്ക് ഒരു പ്രത്യേക രാജ്യം, മിസോറാമിനെ ഒരു പ്രത്യേക രാജ്യമാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോ അങ്ങനെ 1986 മിസോറാം ഒരു സംസ്ഥാന പദവിയുള്ള രാജ്യമായിട്ട് സംസ്ഥാനത്തിന്റെ പദവിയായിട്ട് കൊടുത്തു നോർത്ത് ഈസ്റ്റേൺ രാജ്യത്ത്. അതുപോലെ നാഗ നാഷണൽ കൗൺസില് അങ്കാമി സഫു ഫിസോ എന്ന് പറയുന്ന ഒരു നേതാവാണ് അവിടെ ഉണ്ടായിരുന്നത്. നാഗാലാൻഡിന്റെ പ്രധാനപ്പെട്ട ഏകീകരണമാണ് അവരുടെ ലക്ഷ്യം. ഗോത്ര സംസ്കാര സംരക്ഷണമാണ് അവരുടെ ലക്ഷ്യം. 2015 നാഗ സമാധാന കരാർ എന്താണ് ഇവര് ഒപ്പുവെക്കുകയും ചെയ്തു. ഇത്രയാണ് വിഘടന പ്രസ്ഥാനങ്ങൾ, സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിൽ ഉള്ള 2 പ്രസ്ഥാനങ്ങൾ. ഒന്ന് കാശ്മീരിലും ഒന്ന് പഞ്ചാബിലും, പിന്നെ നോർത്ത് ഈസ്റ്റിലെ 2. അപ്പൊ ഓക്കെ, ഇനി ഇന്ത്യൻ
ചലഞ്ചസ് ഇന്ത്യൻ ഡെമോക്രസിയിൽ എന്തൊക്കെ ചലഞ്ചസുകളാണ് നമുക്ക് നേരിടേണ്ടതെന്ന്. അതിലൊന്ന് കമ്മ്യൂണിസം, വർഗീയത. മതങ്ങളെ തമ്മിൽ ബ്രിട്ടീഷുകാർ പണ്ട് തമ്മിൽ അടുപ്പിച്ച പോലെ വർഗീയത കളിച്ച് രണ്ട് മുസ്ലിങ്ങൾ അങ്ങനെ ഹിന്ദുക്കളെ അങ്ങനെ പല മതങ്ങളെ തമ്മിലടിച്ച് അങ്ങനെ രാഷ്ട്രീയ ലാഭം കൊള്ളുന്ന ഒരവസ്ഥയാണ് എന്ത് പറയാ വർഗീയത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്, ശക്തമായ ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാവുമ്പോൾ സംസ്ഥാനങ്ങളെ രണ്ട് പാർട്ടികളാണ് ഭരിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, സെൻട്രൽ ഗവൺമെന്റ് ഇതാക്കുകയും ചെയ്യും. സ്റ്റേറ്റ് റിലേഷനിൽ ചില ഇഷ്യൂകളൊക്കെ ഉണ്ടാവും, അടിച്ചേൽപ്പിക്കുക, അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അഴിമതി എന്നാണ് കേട്ടോ കറപ്ഷന്റെ ഇത്, അഴിമതി. അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ, അതുപോലെ തന്നെ ക്രിമിനൽ ആയിട്ടുള്ള ആളുകളെ പൊളിറ്റിക്സിലേക്ക് വരിക, ഇതൊക്കെ. അതുപോലെ തന്നെ കൂറുമാറ്റം, ഒരു പാർട്ടിയിൽ നിന്ന് ജയിച്ചു വന്നിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് കൂറുമാറി പോവുക, അതാണ് കൂറുമാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചലഞ്ചുകൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടേണ്ടി വരുന്നുണ്ട്. ആ ചലഞ്ചുകളെ കുറച്ചൊക്കെ നമ്മൾ ഇനി നോക്കുകയാണ്. അതിലൊന്നാമത്താണ് ഗവർണർ എന്ന് പറയുന്നത്. ആരാണ് ഗവർണർ? ഇന്ത്യയിലെ രാഷ്ട്ര തലവൻ പ്രസിഡന്റാണ് അല്ലെ. ഈ പ്രസിഡന്റിന്റെ രാജ്യത്തിന്റെയാണ് സ്റ്റേറ്റിലെത്തുമ്പോ പ്രസിഡന്റിന് തുല്യമായിട്ടുള്ള ആളാണ് ആര്? ഗവർണർ എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിന്റെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും ഹെഡ് ആയിട്ടുള്ള ആള് എന്ന് പറയുന്ന ആരാണ്? ഗവർണറാണ്. അപ്പൊ ഈ ഗവർണർ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതാണ്. ഗവർണറിന് ആദ്യം ഇത് അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്, ഇന്ത്യയുടെ പ്രസിഡന്റാണ്. 35 വയസ്സായിരിക്കണം. അപ്പോ ഇതിൽ പ്രധാനമായിട്ട് ഒരു വ്യവസ്ഥ എന്താണെന്ന് വെച്ചാല് സർക്കാരിയ കമ്മീഷൻ അതൊരു പ്രധാനപ്പെട്ട കമ്മീഷൻ. നിങ്ങൾ ഇത്ര മാത്രം പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇടപഴകുന്ന ആളുകളെ ഗവർണർ ആക്കാൻ പാടില്ല എന്നാണ് സർക്കാരിയ കമ്മീഷന്റെ 1983 ഇത് പ്രകാരം എന്താണ് സർക്കാരിയ കമ്മീഷനിൽ രാഷ്ട്രീയ പാർട്ടികളെ ബന്ധമുള്ള ആളുകളെ ഗവർണറാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഉള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു ഇതാണ് 352 പറഞ്ഞു അല്ലെ. അതേമാതിരി 356 സ്റ്റേറ്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. അതിനുള്ള അധികാരം ആർക്കാണ്? ഗവർണറിനാണ്. ഗവർണറിന് പ്രസിഡന്റിനെ കൊണ്ട് നിർദ്ദേശിക്കുക. ഗവർണർ പറഞ്ഞ പ്രസിഡന്റ് കേൾക്കും. അതിന്റെ ആർട്ടിക്കിളാണ് ഏത്? 356. നാഷണൽ എമർജൻസി 352 ആണെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി എത്രയാണ്? 356 ആണ്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, നിയമ നിർമ്മാണ. എന്തൊക്കെയാണ് ഗവർണറിന്റെ ഫങ്ഷൻസ് എന്നുള്ളതാണ്. ഒന്ന്, നിയമ നിർമ്മാണ അധികാരങ്ങൾ. നിയമസഭ വിളിച്ചു ചേർക്കുക, സഭാ സമ്മേളനങ്ങൾ അവസാനിക്കുന്ന പ്രഖ്യാപിക്കുക, സഭ പിരിച്ചുവിടുക. ഇതാണ് ഒന്നാമത്തെ ഒരു ഫംഗ്ഷൻ. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ അല്ലെ, നിയമനിർമ്മാണ സഭ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ 9ാം ക്ലാസ്. നിയമം നിർമ്മിക്കുക. അതിൽ ഒന്നാമത്തെ ഗവർണറുടെ അധികാരം പറഞ്ഞാൽ ഈ നിയമസഭ വിളിച്ചു ചേർക്കുക, അത് അവസാനിപ്പിക്കുക, പിന്നെ സഭ പിരിച്ചുവിടുക. അതിന്റെ കാലാവധി കഴിഞ്ഞാൽ അതിന്റെ മുമ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പിരിച്ചുവിടുക. പിന്നെ സഭയെ അഭിസംബോധന ചെയ്യുക. വർഷത്തിൽ ഒരു ദിവസം ഗവർണർ നയപ്രഖ്യാപനത്തിലൂടെ സഭയെ അഭിസംബോധന ചെയ്യുക. പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണല്ലോ അല്ലെ ഇതില്, അവര് ബില്ലുകൾ പാസ്സാക്കും ഗവൺമെന്റ്, അതിനെ ഒപ്പിട്ട് പാസ്സാക്കി കൊടുക്കുക. പിന്നെന്താണ്? ഓർഡിനൻസുകൾ പറയാം. ചിലപ്പോൾ നിയമസഭ കൂടാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവും. അപ്പൊ മന്ത്രിസഭ എന്ത് ചെയ്യും? പാസ്സാക്കാനായിട്ട് ഓർഡിനൻസുകൾ ഉണ്ടാക്കും. ഈ ഓർഡിനൻസ് പാസ്സാക്കുകയാണ് ആര്? ഗവർണറുടെ മറ്റൊരിത്. പിന്നെന്താണ്? ബജറ്റ്. സാമ്പത്തിക ബജറ്റിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റിനെ പറയാം. ഈ ബഡ്ജറ്റ് ഇത്ര ഇതാകണം, ഇത്ര സാമ്പത്തിക വർഷത്തില് ഇത്ര ഇത് നീക്കി വെക്കണം, അതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതുപോലെ മണി ബില്ല് എന്നിവ അവതരിപ്പിക്കുന്നതിന് മുൻകൂർ അനുമതി നൽകുക എന്നുള്ളതാണ് നിയമനിർമ്മാണതയിൽ ഗവർണറുടെ ഫങ്ഷൻസ്. ഇനി അടുത്തത് എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറഞ്ഞാല് സംസ്ഥാനത്തെ എല്ലാ അധികാരങ്ങളും നിർവഹിക്കപ്പെടുന്നത്, എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള എല്ലാ അധികാരങ്ങളും നിർവഹിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം, അതായത് ഇലക്ഷൻ നടന്നിട്ട് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കണം. ഒരു ഗവൺമെന്റ് വേണമല്ലോ. ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സീറ്റ് കിട്ടിയ ആൾ മുന്നണി എന്ത് ചെയ്യും? ഇവർ ഗവൺമെന്റ് രൂപീകരിക്കാൻ വിളിക്കും. അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശാനുസരണം മുഖ്യമന്ത്രിയെ നിയമിക്കുന്നതും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരെ നിയമിക്കുന്നതും നിയമിക്കുക എന്നുള്ളത് ആരാണ്? ഗവർണറാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ, ഇപ്പൊ സർക്കാരിന്റെ കേസുകളൊക്കെ വാദിക്കാൻ ഒരു ഇതാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ PSC ചെയർമാൻ അല്ലെ, ജോലികൾ വേണ്ടേ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥന്മാരെ അതാണ് PSC അംഗങ്ങൾ എന്നിവരെ നിയമിക്കുകയാണ് എക്സിക്യൂട്ടീവ് പവേഴ്സ്. കാര്യങ്ങൾ നടക്കാനുള്ള ഗവർണറുടെ പങ്കുകളാണ് ഇത് പറയുന്നത്. ഇനി അടുത്തത് നീതിന്യായ ജുഡീഷ്യൽ പവേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതുള്ളത്. നീതിന്യായ അധികാരങ്ങൾ. സംസ്ഥാനത്തെ
കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിലുള്ള കുറ്റകൃത്യങ്ങൾ മാപ്പ് നൽകുന്നതിനുള്ള ശിക്ഷ താൽക്കാലികമായി നിർത്തുന്നതിന് ഇളവ് നൽകുന്നതിലേക്ക് ഉള്ള അധികാരം. സംസ്ഥാനത്തുള്ള ആളുകൾക്ക് ഇപ്പോ ചില കേസുകളിലൊക്കെ മാപ്പ് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അത് ആ മാപ്പ് കൊടുക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ കാര്യനിർവഹണ പരിധിയിൽ അതിന് മാപ്പ് കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഗവർണർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഡിസ്ക്രിഷണറി പവർ, വിവേചനാധികാരമാണ്. നിയമസഭയിൽ ഒരു കക്ഷിക്കും സാഹചര്യത്തിൽ മന്ത്രിസഭ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കും. നിയമസഭയിൽ ഞാൻ പറഞ്ഞു ഇത്ര സംഖ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇപ്പൊ കേരളത്തിൽ 140 ആളുകളാണ്. ഇതിന്റെ പകുതി എത്ര? 70 പ്ലസ് ഒന്നും കൂടി കൂട്ടണം, 71 ആൾക്കാരെ പിന്തുണ. കേരളത്തിൽ 71 ആൾക്കാരെ പിന്തുണ കിട്ടാത്ത സാഹചര്യത്തിൽ എന്താണ് ഭൂരിപക്ഷം, ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിസഭ രൂപീകരണത്തിന് ആരെ വിളിക്കണം, ആരെ ഇതാക്കണം എന്നുള്ളത് ആരാണ്? അതിന്റെ വിവേചനാധികാരം ആരിലാണുള്ളത്? നമ്മളെ ഗവർണറിലാണുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് ആർക്ക് കൊടുക്കുക? രാഷ്ട്രപതിക്ക് കൊടുക്കുന്നത് ഗവർണറുടെ അധികാരത്തിലുള്ളതാണ്. പിന്നെ നിയമസഭ പാസ്സാകുന്ന ബില്ലുകൾ ഗവർണറുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ ഗവർണർക്ക് താഴെ പറയുന്ന നടപടികൾ ബില്ലിന് അംഗീകാരം നൽകുന്നുവോ നൽകുന്നില്ലയോ എന്ന് പ്രഖ്യാപിക്കുക. അതായത് ഒരു ബില്ല് കൊണ്ടുവന്നിട്ട് അംഗീകരിക്കുക, ഞാൻ അങ്ങനെ അംഗീകരിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് ഞാൻ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയാം. ഈ രണ്ടധികാരം ഗവർണർക്ക് അല്ലെങ്കിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കാതെ. അത് അദ്ദേഹത്തിന്റെ വിവേചന, അതെന്തോ ആകാം, അത് അദ്ദേഹത്തിന്റെ വിവേചനാധികാരിയാണ്. ഭേദഗതിയോടെ നിയമസഭയിലേക്ക് തിരിച്ചയക്കുക. ഇപ്പൊ ഒരു നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് നിയമസഭയിലേക്ക് തിരിച്ചുവിടുക, ഇത് ശരിയല്ല, ഒന്ന് തിരിച്ചുവിടുക എന്നുള്ളതാണ്. പക്ഷെ ഒരു വട്ടം അത് പിന്നെ വന്നാൽ പിന്നെ അത് ഗവർണർക്ക് എന്താണ്, അതിന് അനുമതി നൽകാൻ ഗവർണർ എന്താണ് ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ്. ഒരു വട്ടം അത് തിരിച്ചയച്ചു, പിന്നെ അതുപോലെ തന്നെ പാസ്സാക്കി വന്നാൽ അത് ഗവർണർ പാസ്സാക്കണം. പിന്നെന്താണ്, ബില്ല് രാഷ്ട്രപതി, ഇപ്പൊ ചില ബില്ല് അദ്ദേഹത്തിന് തീരുമാനം എടുക്കാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുക, അത് നേരെ രാഷ്ട്രപതിക്ക് വിടുക, പ്രസിഡന്റിന് വിടുക. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ. ഇതൊന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഡിസ്ക്രിഷണറി പവേഴ്സ് ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടുത്തതാണ് ഇലക്ട്രൽ ബോണ്ട്. ഈ കാലഘട്ടത്തിലാണ് അത് ഫേമസ് ആയത്. 2017-18 യൂണിയൻ ബഡ്ജറ്റില് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഈ 1% വോട്ടെങ്കിലും നേടിയ പാർട്ടിക്ക് എന്ത് ചെയ്തു, പാർട്ടിക്ക് ഈ ബോണ്ടുകൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ കടം സ്വീകരിക്കാൻ 1000 മുതൽ 1 കോടി വരെ എന്താണ് ഡൊണേഷൻ എന്താണ് മേടിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഇലക്ട്രൽ ബോണ്ടിന് ഉണ്ട്. അപ്പൊ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ 1000 മുതൽ 1 കോടി വരെയാണ് എന്ത് ഡൊണേഷൻ സ്വീകരിക്കാൻ പറ്റുക. പക്ഷെ ഈ സുപ്രീം കോടതി എന്ത് ചെയ്തു, 2024 ഇതെന്താണ് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടിട്ട് അതൊരു പ്രശ്നമാണെന്ന്, മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാണെന്ന് കണ്ടിട്ട് അതെന്താണ് അതിന്റെ ഫണ്ടിങ് ട്രാൻസ്പെറൻസി, കോടികളാണ് കടം കിട്ടിയത് രാഷ്ട്രീയ പാർട്ടികൾക്ക്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് 1% കേട്ടോ. അപ്പോ 1000 മുതൽ 1 കോടി വരെ ഡൊണേഷൻ. ഇനി ഡിഫെക്ഷനാണ്, കൂറുമാറ്റ നിരോധന നിയമം. ഒരു പാർട്ടിയിൽ വിജയിച്ചു വന്ന ഒരാള് മറ്റു പാർട്ടിയിലേക്ക് കൂറ് മാറി പോകുക, ആ കൂറ് മാറി പോകുന്നതിനെ ആണ് എന്താ പറയാ ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ അത് തടയാൻ വേണ്ടിയിട്ട് 52ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരാൾ കൂറുമാറിയാൽ അയാളെ എന്താണ് ഇൻവാലിഡ് ആക്കും, അയോഗ്യനാക്കി മാറ്റാനുള്ള ഇതെന്താണ് 52ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ എന്താണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഫെക്ഷൻ, കൂറുമാറ്റം നടപ്പില്ല. അത് എത്രാമത്തെ ഭേദഗതിയാണ്? 52. ഇത് പല സംസ്ഥാനങ്ങളിലും ഗവൺമെന്റ് ഇതുണ്ടായിട്ടുണ്ട്. ഇപ്പൊ കർണാടകയില്, ഗുജറാത്തില്, മഹാരാഷ്ട്രയില്, മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് ഡിഫെക്ഷൻ മൂലം ഒരുപാട് ഗവൺമെന്റുകൾ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ അത് ജനാധിപത്യ അവഹേളിക്കലാണ്, അതാണ് ഡിഫെക്ഷൻ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഡിഫെക്ഷൻ ഉള്ളത്. അപ്പോ നമ്മളൊരു വലിയ ചാപ്റ്റർ എന്താണ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇതിന്റെ നോട്ട്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്.